പോസ്റ്റ് മഹേഷിന്റെ പ്രതികാരം ആൻഡ് ആക്ഷൻ ഹീറോ ബിജു എവിഡന്റ് ആയിട്ട് സിനിമ മാറി. ദിലീഷ് ഏട്ടൻ, ഷൈൻ ചേട്ടൻ, ഈ രണ്ട് സിനിമകളായിരുന്നു അതിന് തുടക്കം. മഹേഷ് എക്സെൽസ് ബിക്കോസ് ആ ഒരു റിയലിസം ഇൻ സിനിമ ഈ ജനറേഷനിൽ എത്തിച്ച മഹേഷാണ്. കണ്ടുകൊണ്ടേ ഫേവറേറ്റ് നമുക്ക് ഈ പച്ചക്കണ്ടേ അയ്യോ അത് പറഞ്ഞു കഴിയുമ്പം ഒരു ബാക്കിങ് വരും. നമുക്ക് സംഗീതം അറിയാത്തത് പറയാൻ അറിയില്ല, പക്ഷെ തരുന്ന സുഖം. ശബ്ദത്തിനോട് എന്നും ഒരു പരിഹാസം ഫേസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ഇഷ്ടമാണ്, ഒരു കൺസ്ട്രക്റ്റീവ് സാഡിസം. എൻ്റെ ഫേസിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. ഇത് മമ്മൂക്ക് നമ്മൾ ഡബ് സ്മാഷ് ചെയ്യില്ലേ, അത് ഞാൻ ചെയ്ത നമ്മൾ സീരിയസ് മുഖം അതേപോലെയൊക്കെ വൃത്തിക്ക് വെച്ചാൽ അത് അങ്ങ് അങ്ങ് പാസ്സായിപ്പോ. തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഫേസിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ടാവും, പോയില്ല. എല്ലാ ഇമ്പാക്റ്റും പോയില്ല. സൗണ്ട് ഇസ് ദാറ്റ് പവർഫുൾ. എൻ്റെ ഒരു സിനിമകളുണ്ട്, ഫോറസ്റ്റ് ഗം, മോമ സേസ് ലൈഫ് ഈസ് എ ബോക്സ് ഓഫ് ചോക്ലേറ്റ് എന്ന് പുള്ളി പറയുന്നത് തന്നെ ആ സിനിമയെ മാറിയല്ലേ. പിന്നെ പസംഗ, പവിത്ര. പക്ഷേ എന്നാൽ വൈകുന്നുള്ള ഇതിന് ഉത്തരവുണ്ടോ? എൻബേ ശിവം. നമ്മളെങ്ങനെ രാജേട്ടനെ ഫസ്റ്റ് ഫാനാവുന്നത് പുള്ളിയുടെ ഇന്റർവ്യൂലെ കണ്ടിട്ട് സ്ഫുടത, ക്ലാരിറ്റി അല്ലേ. ഓം ശാന്തിയുടെ കഥ മിഥുൻ പറഞ്ഞ് നിവിനേടത്ത് നറേഷൻ കൊക്കോട്രി പഴയ പനമ്പൾ കഥ അന്ന് ഞാൻ ഫുൾ ശ്രദ്ധിച്ചില്ല. ഇനി സത്യം പറയാലോ, എനിക്ക് ഏറ്റവും അതിന് മുന്നേ ഹൈ വന്നോണ്ടിരുന്ന പോയിന്റ് ലാസ്റ്റ് കാട, വിനീത് ശ്രീനിവാസൻ ആൻഡ് ഫ്രണ്ട്സ്. അഗസ്റ്റീനെ ഞാൻ വിവാഹിതരാകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതേ കമന്റ് അന്ന് എനിക്ക് വന്നു. അല്ലേലും കാണാൻ കൊള്ളാന്ന് ഊളകളായിരിക്കും. ഞാൻ എന്നെ കമ്പയർ ചെയ്യുന്ന ഈ മറ്റേ മൈദമാവ് പോലെ എവിടെയെങ്കിലും കൊണ്ടിരുത്തിയ അവിടെ ഇന്റർവ്യൂസ് കാണും. ഫേസ്ബുക്ക് നമ്മുടെ എല്ലാരും എടുക്കുന്ന ഇന്റർവ്യൂസ് കാണും. ധ്യാനും കാണും, ഞാനും കാണും. എനിക്കിഷ്ടമാണ്. എന്ത് റിസൾട്ടും ആയിക്കോട്ടെ നെഞ്ചും വിരിച്ച് ഫേസ് ചെയ്യും. അതിന് ഒരു മടിയില്ല. പക്ഷെ നമ്മൾ പ്രോസസ്സിൽ സത്യസന്ധത കീപ്പ് ചെയ്യും. ആത്മാർത്ഥമായിട്ട് സമീപിച്ചോ, റിസൾട്ട് കിട്ടുക. എനിക്ക് തോന്നി 2025 നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന സമയത്ത് അജു വറീസ് എന്ന ആക്ടർ എടുത്തു കഴിയുമ്പോൾ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ, കേരള ക്രൈം ഫയൽ സീസൺ 2, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ, പറന്തുപോ. ഇപ്പോൾ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ 24 ഇറങ്ങിയ സിനിമയാണെങ്കിൽ കൂടി കറൻ്റ്ലി അത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു സോഷ്യൽ ഇമ്പാക്റ്റിനടക്കം ഈ ചക്രവാണിക്കും അതിൻ്റെ അപ്രിസിയേഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ 16 വർഷത്തോളമായിട്ടുള്ള കരിയർ, 15 ബോണസ് കിട്ടി. ഈ ലോങ് കരിയർ കുട്ടൂരിൽ നിന്ന് പറന്തുപോവരുള്ളൊരു ജേണി ഉണ്ടല്ലോ. ആസ് എ ആക്ടർ ഏറ്റവും അധികം ട്രഷർ ചെയ്യുന്നത് എന്താ ശരിക്കും? ഈ പരിപാടി, ഈ ഒരു പണിയിൽ നിന്നുള്ള ടേക്ക് അവേ എന്താ ശരിക്കും? ടേക്ക് അവേ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ, നമ്മൾ പുറത്തു നിന്ന് ആഗ്രഹിച്ച കുറേ താരങ്ങളെ, നടന്മാരെ, ടാലൻറ്റഡ് ഡയറക്ടേഴ്സിനെ, റൈറ്റേഴ്സ് അങ്ങനെ ഉള്ളവർ അധികം ഇന്നില്ല. നമ്മൾ 80കളിൽ ക്രേസിലി അവരോടൊപ്പം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നിമിഷങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ടേക്ക് അവേ. അത് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചിലർക്ക് കാണുക എന്നായിരിക്കും. നമുക്ക് ചില ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പി ബാലേട്ടനെ ഞാൻ കാണുമ്പം ആദ്യമായി ചോദിച്ചത് എന്തുകൊണ്ട് ചേട്ടച്ചനെയും മീരയും അവരെ ഒന്നിപ്പിച്ചില്ല എന്നുള്ള ഒരു പ്രേക്ഷകൻ്റെ ഒരു പവിത്രം ഇത്രയും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയുടെ ജെനുവിൻ എൻ്റെ ശരിക്കുള്ള ഡൗട്ടായിരുന്നു. അതൊരു റൈറ്ററിൻ്റെ സാഡിസം അല്ലേ. വന്ദനത്തിൽ പ്രിയൻ സാറിനോട് ചോദിച്ചിട്ടുണ്ടാവുമല്ലോ നാച്ചുറലി ആളുകൾ. അപ്പം ഞാൻ ബാലേട്ടനെ കാണാൻ ഞാൻ അത്ര കാത്തിരുന്നിട്ടുണ്ട്, ഇത് എഴുതിയ മനുഷ്യനെ. അപ്പം അതാണ് ഏറ്റവും വലിയ ടേക്ക്. ഇത് എപ്പോഴും ഒരു ആക്ടറെ പറ്റി പറയുമ്പോൾ അയാളുടെ കൂടെ ചേർത്ത് പറയുന്നതാണ് ഇൻസെക്യൂരിറ്റീസിനെ പറ്റിയിട്ട്. ഏറ്റവും കൂടുതൽ ഇൻസെക്യൂർഡ് ആയിരിക്കുന്ന ആക്ടേഴ്സ് ആണ് എപ്പോഴും പറയും. ഇവർക്ക് എപ്പോഴും പുതിയത് കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ ആളുകൾക്ക് ഫ്രഷ് ആയിരിക്കണം ഇവർ മുന്നേക്ക് വരുമ്പോൾ. അജു വറീസ് എന്തുമാത്രം ഇൻസെക്യൂർഡാണ്, ഇൻസെക്യൂരിറ്റി ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ്? തറലി ഇൻസെക്യൂറാണ്. ഫാക്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ ട്രെയിൻഡ് അല്ല. നീന്തലും ഡ്രൈവിങ്ങും ഒക്കെ നമ്മൾ പറയും ഒരു പ്രായത്തിൽ പഠിച്ച് എളുപ്പത്തിൽ കിട്ടും, ചെറുപ്പത്തിലേക്ക് കിട്ടി. പിന്നെ പഠിക്കാൻ പറ്റില്ല എന്നല്ല, പഠിച്ച് ഡെഫിനറ്റ്ലി നമുക്ക് സ്കിൽഡ് ആവാം. പക്ഷേ പിന്നെ അത് ഇച്ചിരി ടഫാവും, നമ്മുടെ ആ ഈസിനെസ് മാറും. അപ്പം ഞാനും വളരെ വൈകി ഇതിലോട്ട് വന്ന്
ആദ്യത്തെ സിനിമ കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ഇതിൽ രസം നാച്ചുറലി ഇതിലോട്ടൊരു താല്പര്യം തോന്നി. ഇത് പഠിക്കണം എന്ന് വെച്ചാൽ ഷോർട്ട് ഫിലിമുകൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. ഇത് ഡെഫിനറ്റ്ലി ഇഷ്ടം വന്ന് താല്പര്യപ്പെട്ടതാണ്. അതിലെനിക്ക് ഒരു ഗ്യാരണ്ടി ഡെഫിനറ്റ്ലി പറയാൻ പറ്റും. ഞാൻ ഏറ്റവും PR ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. എന്നെക്കുറിച്ച് തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിനോട് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് അങ്ങോട്ട് ചോദിച്ചിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ല ഞാൻ പറയണില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടിയും എൻ്റെ ജെനുവിൻ എന്താ പറയുക ഒബ്ജക്റ്റീവ് ഇന്നും അന്നും അഭിനയം പഠിക്കുക എന്ന് തന്നെയാണ്. കാര്യം എൻ്റെ ഈ ജോലി അതാണ്. ബാക്കി വരുന്ന എന്തും, ലെറ്റ് ഇറ്റ് ബി ഫെയിം, മണി, പ്രിവിലേജ്, ഇതൊക്കെ അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആണെന്നുള്ള ബോധ്യം. ഇൻഫാക്ട് ബോധ്യത്തെക്കാളുപരി അതെൻ്റെ കണ്ണിൽ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പറയുമ്പോൾ ഭയങ്കര ഇതാണ്, പക്ഷെ കാശ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അതിന് വേണ്ടി സിനിമകൾ ചെയ്തിട്ട് കണ്ട് ഹൈ ഇസ് ദെയർ. അപ്പം അതിന് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോടും ഇത് പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് ഫാക്റ്റാണ്. ഇത് അങ്ങനെ തീരുന്നൊരു പഠനമല്ല. ബിക്കോസ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ക്യാരക്ടർ ആക്ടർ റോളുകളിൽ ഇയാളെ വിളിച്ചാൽ ഇയാൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് അവർക്ക് വേണ്ടേ. അപ്പോൾ അത് ഒന്ന് ബേസിക്കലി ഇതൊക്കെ കണ്ണ്, നമ്മുടെ ശരീരഭാഗങ്ങൾ, മസിൽസിൻ്റെ ഒക്കെ ഇതായിരിക്കുമല്ലോ ഒരു ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ആവുന്നത്. ഇത് ഒരു ദിവസം കൊണ്ട് കിട്ടില്ലല്ലോ നമുക്ക്. പരിശീലിച്ച് പക്ഷേ ഷോർട്ട് ഫിലിം ആയിരുന്നു ഈസിയസ്റ്റ് വേ, ചിലവ് കുറവുള്ള. എന്നാൽ നമുക്ക് ആരും നമ്മളെ വേണ്ടാന്ന് പറയില്ല, കാര്യം തട്ടം കഴിഞ്ഞു. അപ്പോൾ ഷോർട്ട് ഫിലിമിൽ കട്ടിയില്ല. അതെ, അങ്ങനെ ചെയ്ത് സ്റ്റിൽ നമ്മളത് ചെയ്യുമ്പോൾ കുറേ ലേണിംഗ് ആൻഡ് ലേണിംഗ് ത്രൂ ആട്ടോ. പല സ്കൂളുകളിൽ പോകുമ്പോഴും ഇത് സംഭവിക്കുന്നുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ ഓരോ മേക്കേഴ്സിൻ്റെ അടുത്ത് എത്തുമ്പോഴും ഓക്കെ ഞാൻ ഇത് ചെയ്യണ്ടായിരുന്നു, അതെ ഇതാണ് ഞാൻ ചെയ്യേണ്ടത്. അതെ, ഇപ്പൊ എളുപ്പ വഴികൾ ആണല്ലോ ഒരു മടിയൻ പെട്ടെന്ന് മനസ്സിലാക്കുക. ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്തും ഇപ്പം നമ്മൾ ഒരുമിച്ചായിരുന്നെങ്കിൽ എൻ്റെ കോ വർക്കേഴ്സ് അവർ ലേഡീസ് ആയിരുന്നു. അപ്പം ഞാൻ നാച്ചുറലി ഇപ്പം നമ്മളുടെ ചില ജോലികൾ ചെയ്തു തരാമോ, അപ്പം നമ്മുടെ മാനേജർ നമ്മൾ ചോദിക്കുമ്പോൾ ചെയ്ത് കഴിഞ്ഞു, ആര് ചെയ്തു എന്നൊന്നും അവർ ചോദിക്കാൻ പോണില്ല, പണി തീർന്നു. പക്ഷെ നമുക്കറിയാം ചെയ്യേണ്ട പണി. അത് ഒരു ദിവസം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നാലും നമുക്ക് ചെയ്യാനറിയാം. പക്ഷെ ഞാൻ ആക്ച്വലി സ്പീക്കിംഗ്. പക്ഷെ ഇതിലെനിക്ക് എവിടെയോ നമുക്കൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ തന്നിട്ടില്ല. ചിലപ്പോൾ ആ സീക്രട്ട് തേടി പോവുക അല്ലല്ലോ നമ്മുടെ ആവശ്യം, നമുക്ക് നമ്മുടെ ജോലി എടുക്കലാണ്. സോ ഈ ടേക്ക് അവേയോടൊപ്പം ഈ ലേണിംഗ് ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു കാര്യം പെട്ടെന്ന് മനസ്സിലാൻ പറയാം. തുടക്കകാലത്ത് ഡബ്ബിങ് എനിക്ക് പേടിയായിരുന്നു. ഓൾമോസ്റ്റ് വെള്ളിമൂങ്ങ, റിംഗ് മാസ്റ്റർ, ഈ ജോലി തീർക്കുക. സൗണ്ട് എഞ്ചിനീയേഴ്സ് നമുക്ക് പേടിയാണ്, അവിടെ നിൽക്കുന്ന ഓരോരുത്തരും നമ്മളെ ജഡ്ജ് ചെയ്യാനിരിക്കുന്നു. അത് ഭയങ്കര ഒരു ഫിയറാണ്. പിന്നെ ദിലീപേൻ്റെ ഒരു ഡബ്ബിങ് സെഷൻ കണ്ടപ്പം എനിക്കത് ഭയങ്കര മാറ്റമുണ്ടായി. നമുക്ക് ഇത്രയാവശ്യം ഗുണമുള്ളൊരു കാര്യമാണല്ലോ, പുള്ളി ഇത്ര നേരം സമയം കൊടുക്കുന്നുണ്ടല്ലോ എന്ന് തോന്നി. ഞാൻ അതിൽ പതുക്കെ എന്നാൽ പഠിക്കാം. നമുക്കറിയാത്ത കാര്യം ഏറ്റവും സിമ്പിൾ അറിയില്ല എന്ന് പറയുന്നതൊക്കെ നല്ലതെന്ന് അവിടെ നിന്ന് മനസ്സിലായി തുടങ്ങി. അറിയില്ല ചേട്ടാ ഒന്നുകൂടെ പോയിക്കോട്ടെ, ഓക്കെ. അപ്പോൾ അവർക്കും മനസ്സിലായി ഇവനെ അറിയില്ല. നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരും കൂടെ നിൽക്കും. നമ്മുടെ സൗണ്ട് എഞ്ചിനീയേഴ്സിനെ നമിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും ഞാൻ വെറുപ്പിച്ചിട്ട് അവരെ പുറത്തു വന്നിട്ട് ഞാൻ കണ്ടുണ്ട്. അവർക്കിങ്ങനെ ഇങ്ങനെ ഒരു റിയാക്ഷൻ, ഞാൻ സോറി പക്ഷെ അവർ വീണ്ടും വരും. അപ്പോൾ ഞാൻ അങ്ങനെ ഡബ്ബിങ് മാർത്താണ്ഡൻ ചേട്ടൻ എനിക്ക് ഓർമ്മയുണ്ട്, ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ്. അപ്പം ഞാനിപ്പോൾ റാൽഫിനോട് സംസാരിക്കുകയാണെങ്കിൽ അയാളുടെ അവിടെ പോവാ ചോദിക്കുകയാണെങ്കിൽ, അപ്പം അന്നത്തെ തിയേറ്റേഴ്സിൻ്റെ രീതിയാണോ സ്പീക്കേഴ്സിൻ്റെ അറിയില്ല, നീ എവിടെ പോവാ ഇങ്ങനെ ചോദിക്കണം. അപ്പം എന്നെ മാർത്താണ്ഡൻ ചേട്ടൻ ഒച്ച പോരാ നീ ഇനിയും ചോദിക്കും. അപ്പം ഞാൻ നോക്കിയപ്പോൾ തട്ടത്തിന് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇപ്പം ചിലപ്പോൾ മമ്മൂക്കയുടെ സൗണ്ട് ലൗഡായി വരുമായിരിക്കും, നമുക്കറിയില്ല. ഒരു ബാലൻസിങ് ഉണ്ടാവും നാച്ചുറലി. അത് തന്നെയാണ്, ഒരാൾ മാത്രം പതുക്കെ സംസാരിച്ചാൽ ഭയങ്കര ഓടായി പോകും. അപ്പോൾ ശരി. പിന്നെ ക്ലാരിറ്റി, ഫ്ലവർ വേസ് എടുത്ത് വെച്ചേക്ക്. പെട്ടെന്നുള്ള ജീവിതത്തിൽ ചിലപ്പോൾ ഇങ്ങനെ പറയും, ആളിന് മനസ്സിലായി ഫ്ലവർ വേസ് ആണ്. പക്ഷെ സിനിമയിലെ പോരില്ല, ആ ഫ്ലവർ വേസ് എടുത്ത് വെച്ചേക്ക് പോരാ, ആ ഫ്ലവർ വേസ് എടുത്ത് വെച്ചേക്ക്. ഓക്കെ, ആ വേസിലൊരു
ആ ഫ്ലവർ വേസ് എടുത്തു വെച്ചേക്ക്, അത് എടുത്ത് പറഞ്ഞ പോലെ ആയിപ്പോയി. അങ്ങനെ എടുത്ത് അങ്ങനെ ഞാൻ ഓരോന്നിനും ക്ലാരിറ്റി പഠിച്ച് വന്നപ്പോഴത്തേക്കും 10 വർഷമായി. ഓക്കെ, അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും കോവിഡ് വന്നു. കോവിഡൊക്കെ വന്ന് നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് ഞാൻ ജെ ഹെയിൽ ഒരു ഗസ്റ്റ് റോളിന് പോയി. നല്ല റോളാണ്, പക്ഷേ ഒരു ടോക്സിക് ക്യാരക്ടർ. ടേണിംഗ് പോയിന്റ് ആണല്ലോ അവരുടെ. അതെ ഒരു ക്യാരക്ടർ. അപ്പോൾ വിപിൻ്റെ ആണ്. ഡബിന് ചെന്നു ഞാനിതുപോലെ ആ ഫ്ലവർ വേസ് അവിടെ എടുത്തു. അളിയ എന്തോന്നത് നമ്മൾ എന്താ അളിയ അളിയ അങ്ങനെ പറയണ്ട, ഇത് ഡബ് ചെയ്യുന്ന പോലെ തോന്നുന്നു. അല്ല ക്ലാരിറ്റി ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞു ക്ലാരിറ്റി വേണ്ടേ. അയ്യോ, ഇത് തിരിച്ച് പഠിക്കില്ലായിരുന്നു പണി. നമ്മൾ ആ ഫ്ലവർ കൊണ്ട് പഠിച്ചത് മൊത്തം നമുക്ക് വേണ്ടാന്ന് വെക്കുക എന്നുള്ളൊരു പോയിന്റ്. കാര്യം അന്ന് സിനിമ മാറി. ഈ പോസ്റ്റ് മഹേഷിന്റെ പ്രതികാരം ആൻഡ് ആക്ഷൻ ഹീറോ ബിജു എവിഡന്റ് ആയിട്ട് സിനിമ മാറി. ദിലീഷ് ഏട്ടൻ, ഷൈൻ ചേട്ടൻ, ഈ 2 സിനിമകളായിരുന്നു അതിന് തുടക്കം. മഹേഷ് എക്സെൽസ് ബിക്കോസ് ആ ഒരു റിയലിസം ഇൻ സിനിമ ഈ ജനറേഷനിൽ എത്തിച്ചത് മഹേഷാണ്, ദിലീഷ് ഏട്ടനാണ്, ശ്യാമേട്ടനാണ്. അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പല സിനിമകൾ നമ്മളും എടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സാജൻ വാസ് എ റൈറ്റ്ഫുൾ ഇൻസ്പിറേഷൻ. ശ്യാമേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് എത്തിയില്ല. അപ്പം ഈ പറഞ്ഞ പഠിച്ച സാധനത്ത് ഈ റിയലിസ്റ്റിക് ഡബിലോട്ട് വരാൻ എഗെയിൻ ടഫാണ്. അത് നമുക്കറിയില്ല. ഈ ഒന്ന് ഡബിങ് റൂമിലിരുന്ന് അപ്പം ഞാൻ പറഞ്ഞു അതൊരു ഹ്യൂജ് അൺലേണിങ്ങാണ്. ഞാൻ ഇത്രയും വർഷം കൊണ്ട് ഒരു കാര്യം അറിയാത്തത് ക്ലാരിറ്റി ഇല്ലാത്ത ഞാൻ ജീവിതത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഒട്ടും ക്ലാരിറ്റി ഇല്ലുള്ള ഇപ്പം സിനിമയ്ക്ക് വേണ്ടി പലതും നമ്മൾ ഡബിൾ കറക്ഷൻ ചെയ്യുന്ന, പിന്നെ അവിടെ നിന്ന് മാറി. ഇപ്പം എന്താ വെച്ചാൽ നല്ലതാണ്. ഇപ്പം നമുക്ക് അതും ചെയ്യാൻ നമുക്ക് ശീലിപ്പിച്ചു. അപ്പം ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയില്ല. ഓൺ ദ ഗോയിലാണ് പലതും. പല ലൈറ്റ് മാറി നിൽക്കാൻ ഇന്നും നമുക്കറിയില്ല. ഇപ്പോഴും പൊസിഷൻ നിന്ന് കഴിയുമ്പം ഈ ലൈറ്റ് ക്യാച്ച് ചെയ്തേന്ന് പറയും. കൃത്യം നമ്മൾ ഷാഡോ ഈ ലൈറ്റ് അപ്പം അതൊക്കെ അതിൻ്റെ ടെക്നിക്കാലിറ്റിയിലാക്കി ശ്രദ്ധിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൽ ഒരേ ഒരു ഇതേ ഉള്ളൂ, ഈ ഷോട്ട് ടോട്ടാലിറ്റി സിനിമയില്ല, ടോട്ടാലിറ്റി ക്യാരക്ടറില്ല. ഈ ഷോട്ട് ഫസ്റ്റ് ഡയറക്ടർക്ക് ഇഷ്ടമാണ്, 2 നമുക്ക് ഇഷ്ടമാവണം. കാര്യം നമുക്കറിയാമല്ലോ ഓൺലൈനിൽ ആരെ തെറി വിളിക്കാൻ പോയത്. അവർക്ക് തെറി വിളിക്കാൻ തോന്നരുത്. റിസൾട്ട് ബോധറേഷൻ കട്ട് ചെയ്തു. എന്ത് റിസൾട്ടും ആയിക്കോട്ടെ നെഞ്ചും വിരിച്ച് ഫേസ് ചെയ്യും. അതിന് ഒരു മടിയില്ല. പക്ഷെ നമ്മൾ പ്രോസസ്സിൽ സത്യസന്ധത കീപ്പ് ചെയ്യും. ആത്മാർത്ഥമായിട്ട് സമീപിച്ചോ, റിസൾട്ട് വിട്ടേക്ക്. പിന്നെ തോക്കാനുള്ള മടി പണ്ടുമില്ല. അത് പണ്ടും ടു ട്രൈ. നമ്മുടെ കയ്യിലുള്ളത് എൻലെസ് ഓപ്ഷൻസ് ടു ട്രൈ ഉണ്ട്. അതിന് നമുക്ക് വേണ്ടത് മനസ്സ് നാണമില്ലാതാകുക. വിഷമമൊക്കെ വന്നാലും ഉള്ളിൽ പോയിട്ട് ഒരു സിഗരറ്റൊക്കെ വെച്ച് പുറത്ത് കാണിക്കാതെ ഇരിക്കുക. എൻ്റെ കയ്യിൽ കുറച്ച് സിനിമകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമകൾ തന്നെയാണ്. എനിക്കൊന്നു സിനിമ പലരെയും പല രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരേ സിനിമ തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത മനുഷ്യന്മാരുണ്ടാവാം. അതുപോലെ തന്നെ സിനിമ ചിലർ ലൈഫ് തന്നെ മാറ്റിമറിച്ച ഇൻസിഡൻസ് ഉണ്ട്. ചിലപ്പോൾ അവരൊരു വിഷനായിരിക്കാം, കൺവിക്ഷനായിരിക്കാം ഒരു കാര്യത്തിന് മേലുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ കാര്യങ്ങളോട് ചിലപ്പോൾ റിഗ്രറ്റ് ആയിരിക്കും ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ഉള്ളത്. അത്തരത്തിൽ സിനിമ എല്ലാവരെയും ടച്ച് ചെയ്യാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറച്ച് സിനിമകൾ തരുന്നു. ഇത് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ്? ഇൻഫ്ലുവൻസ് ആണോ, ഇൻസ്പിറേഷൻ ആണോ, എന്താണെന്ന് പറഞ്ഞാൽ മതി. യെസ്, ഫസ്റ്റ് വൺ ഫോറസ്റ്റ് ഗംപ്. ഈ മധുരം കൂടിയിട്ട് ഗംഭീര ഐഡിയൽ മധുരം കുറേ നേരം ഇവിടെ കിട്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാമല്ലോ അല്ലേ. മോമ സേസ് ലൈഫ് ഈസ് എ ബോക്സ് ഓഫ് ചോക്ലേറ്റ് എന്ന് പുള്ളി പറയുന്നത് തന്നെ ആ സിനിമയെ മാറിയല്ലേ. പിന്നെ ചോക്ലേറ്റ് വെച്ചു. പിന്നെ ഒരു നടൻ ടോം ഹാങ്ക്സ് ഇങ്ങനെയൊക്കെ എന്തൊക്കെ പഠിക്കുന്നു. ടേബിൾ ടെന്നീസ്, ആർമി, അതെ ഓടുന്നൊക്കെ റഗ്ബി പ്ലെയർ അല്ല. അയാൾ എന്തായിരുന്നു കുഞ്ഞിലെ കാലിൽ ഇത് വെച്ച് നിന്ന് ആ ലൈഫ് ഫൈറ്റ് ചെയ്ത ഒരു വലിയ ജേണി, ഇൻസ്പിറേഷൻ. അന്ന് നമ്മൾ ചെയ്യുമ്പോൾ സിനിമ വരിക, ആക്ടർ എന്നുള്ള നമ്മുടെ മനസ്സിലില്ലാത്ത പ്രായത്തിൽ കണ്ടപ്പെടാം.
അത് സിനിമ എടുക്കണം എന്നുള്ള ആഗ്രഹമുള്ള ടൈം. എഴുത്ത് അപ്പോൾ ആസ് എ റൈറ്റർ ഇതൊക്കെ എങ്ങനെ എഴുതുന്നു ഇങ്ങനത്തെ സീൻസ്. ഓൾ ടുഗെദർ വൺ ഓഫ് മൈ ഓൾ ടൈം ഫേവറേറ്റ്. പസംഗ, അയ്യോ എനിക്ക് പിള്ളേരുടെ പടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള പടം അഞ്ജലി പസംഗ. ഇപ്പോൾ പറന്തുപോയും കൂടെ ഉണ്ട്. ആക്ച്വലി ബ്രില്യൻ്റ്, നമ്മൾ ചെയ്തുകൊണ്ട് പറയല്ല, എന്നാലും ആ ലെവലിൽ പക്ഷെ. പക്ഷെ പസംഗ എന്തുകൊണ്ട് എക്സൽ എന്ന് വെച്ചാൽ പസംഗിൽ ഈ രണ്ട് വീടിൻ്റെ ഒരു അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ ഒരു സീനുണ്ട്. ഈ രണ്ടുപേരും വന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചു കൊടുക്കാൻ പറയുന്നൊരു സീനുണ്ട്, മന്നിപ്പ് എന്ന് പറയുന്നത്. ആ ഫോർഗീവിങ് എന്ന് പറയുന്നതിൻ്റെ പവറും പാണ്ഡ്യരാജ് സാർ ഡയറക്ടർ ഏറ്റവും നല്ല രസമായിട്ട് അത് ഡയലോഗ്സ് ചെയ്തേക്കുന്നത്. ആ വീട്ടിലെ ഫണ്ണ്, ആ ചെറിയ എന്നാൽ ഇവിടെ അയാളൊരു നല്ല, നമ്മളെപ്പോഴും വില്ലന്മാരാക്കും അല്ലേ. അയാൾ അത്രയും സമ്പന്നമാണെങ്കിൽ അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് ആയെങ്കിൽ പോലും അയാളുടെ മനുഷ്യനെ കാണിച്ചപ്പോൾ ആ ക്ലീഷയെ മാറ്റിയപ്പോൾ അവിടെ ക്യാരക്ടറിന് ലൈഫ് വന്നു. പിന്നെ ആ 3 സൈക്കിളിൽ സിംഗിൾ ഷോട്ട്, ആ സിംഗിൾ ഷോട്ടൊക്കെ അന്ന് നമ്മളെ ഇത് ഏതാണ് ഈ പിള്ളേർ. ഒരുത്തരുണ്ട് ഇന്നേക്ക് സായക്കളമേ ഇന്നേക്ക് ഒക്ടോബർ അല്ലേ അവധി പറയുന്നതൊക്കെ. പസംഗ ഒരു 10-15 പ്രാവശ്യം കണ്ട പടം. അത് എനിക്ക് തോന്നുന്നു പലർക്കും റെഫറൻസും കൂടിയാണല്ലോ ഈ സിനിമ, പല തരത്തിൽ പല റെഫറൻസ്. എനിക്ക് ഞാൻ ഉള്ളി പ്രേക്ഷകനാട്ടോ. ആക്ടിങ് ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഈ പെർഫോമൻസ് പറഞ്ഞത്, അല്ലാതെ ഇമോഷൻസ് കൃത്യം വേണ്ട അതിൽ ഹൈ ആവാനിരിക്കുന്ന ഒരാൾ, ജഡ്ജ്മെൻറ്റിലേ അല്ല. അത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അല്ല അല്ല അല്ല, ആകെ ആ ചേട്ടച്ചനും മീരയും ഒന്ന് ഒന്നിക്കണമെന്നും വന്ദനത്തിൽ ആ താക്കോല് കിട്ടണം എന്നുള്ള അല്ല. ചേട്ടച്ചനും മീരയും പറഞ്ഞതുകൊണ്ട് പവിത്രം ബാലേട്ടനോട് ഞാൻ ആദ്യമായിട്ട് ചോദിച്ചത്. പവിത്രം ഭയങ്കര ഹോണ്ടിങ് ആണ്. പക്ഷേയും പവിത്രം പക്ഷേ പവിത്ര ആൻഡ് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരേ ഡ്യുവോന് നമ്മൾ 2 എക്സ്ട്രീമിലാണല്ലോ 2 സിനിമയിലും കാണുന്നത്. രണ്ടിലും പെയിനാ. അതെ, അതാ പെയിൻ പേറി ജീവിതം കൊണ്ടുപോകാന്നുള്ളത് അത് ഏറ്റവും രസകരം. നമ്മൾ എന്നാലും അതിൽ നിന്ന് ചില സിനിമകളുണ്ട് ഫസ്റ്റ് ഹാഫ് നമ്മൾ ഭയങ്കര ചിരിപ്പിക്കും, സെക്കൻഡ് ഹാഫ് പെയിനാണ്. പക്ഷെ പെയിൻ നമുക്ക് അത്ര ഇമ്പാക്റ്റ് ഒന്നും തന്നിട്ടില്ല. പക്ഷെ ഇതല്ല. ഇത് പവിത്രമൻ പക്ഷേ എനിക്ക് ഇപ്പം ദളപതിയിലെ നമ്മുടെ തിരിച്ചു പോയി കാണില്ലേ, സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ ഒരു റീസൺ അറിയില്ല, അത്ര ഓർഗാനിക്കായിട്ട് അതിനെ ഈ 2 ആക്ടേഴ്സും അഭിനയിച്ചതിൽ ടൂ നാച്ചുറലായി പോയി അല്ലേ. അതെ, ഈ ടൂ നാച്ചുറലായിട്ട്. പിന്നെ ഈ കോമ്പോയോട് നമുക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ആ കോമ്പോ ഒന്നിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും വരില്ല, നമ്മൾ ഇത്ര ഓർക്കണം എന്നില്ല. അതാണ് ആ മാജിക് ആ സിനിമയിൽ. അത് അവർക്ക് വിവരമുള്ളതുകൊണ്ട് അവരങ്ങനെ നിർത്തി. പക്ഷേ പാട്ടുകൾ ഇപ്പം ലാൽ സാർ പവിത്രത്തിലുള്ള ലാൽ സാർ അല്ലല്ലോ, പക്ഷേ ഒരു കളക്ടർ ഇപ്പം മൂവന്തിയായി വരുന്ന സ്ഥലത്തെ ചുമ്മാ ബീച്ചിൽ കൂടി നടക്കുമ്പോഴാ ടക്കിൻ ചെയ്ത ആ കളക്ടറും ഇപ്പുറത്ത് കന്നഡ, ആ മെച്യൂരിറ്റി അതെല്ലാം ഒരേ പ്രായത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ആ മെച്യൂരിറ്റി പവിത്രത്തിൽ ഈ നാണം വരും ഇങ്ങനെ. അയ്യോ അത് പിന്നെ പവിത്രത്തിലാണോ പക്ഷിയിലാണോ പറയുന്നത് ദേഷ്യപ്പെടുന്നത്, നിന്റെ അത് കണ്ട് മോഹിച്ചിട്ടൊന്നുമല്ല, ഒടുക്കത് ഇഷ്ടമായി പോയി പവിത്രമല്ലേ. അപ്പോൾ പുള്ളിക്കാരിയുടെ നോട്ടത്തിൽ നമുക്ക് ചിരി വരുന്നേ ഇതിന്. അപ്പം ഇതൊക്കെ തന്ന മൊമെന്റ്സ് ഉണ്ട്. റൈറ്റേഴ്സ് ഈക്വലി യുനോ ആൻഡ് ഡയറക്ടേഴ്സ്. ഇന്നസെന്റ് ഏട്ടൻ രണ്ടിലും ഇന്നസെന്റ് ഏട്ടൻ അല്ലേ. ഒന്നില് താനിക്കുടിയ മറ്റേ ഉണ്ണിമധുരമൊക്കെ ഉണ്ടാക്കുന്ന ആള്, അപ്പുറത്ത് മറ്റേ ചില്ലിയാ വരുന്ന ആള്, നാണപ്പനുണ്ട് അവിടെ, മാംകോയ ചേട്ടനുണ്ട്. സോ ഒരു ലൈഫ് എന്തോ എന്നെ ഭയങ്കര ഇഷ്ടം. ഈ പെയിൻ പറയുന്നത് ശരിക്ക് ആളുകൾക്ക് ഒരു ഓർത്തിരിക്കാനായി കാറിലിരുന്ന് ഉള്ളൊരു ഷോട്ടിൽ അത് എൻഡ് ചെയ്യുന്നത്. ഇപ്പൊ ദശരഥം ആ കരച്ചിൽ ചിരി എൻഡ് ചെയ്യുന്ന പോലെ. അന്നത്തെ എൻഡിങ്സ് ഒക്കെ ഒരു അബ്രപ്റ്റ് ആണല്ലോ, ഒരു ഭയങ്കര ക്ലോഷർ അല്ല. ഇത് ഈ കാറിൽ ഇങ്ങനെ ഇരുന്ന് പുള്ളി ഇങ്ങനെ ഇരിക്കുമ്പോഴങ്ങ് എൻഡ് ചെയ്ത് പോവുക. പവിത്രത്തിൽ ആ ചേട്ടച്ചൻ കസാരയിലിരുന്ന് ഇങ്ങനെ പല്ല് ഇങ്ങനെ കടിച്ച് കടിച്ച് സംസാരിച്ച് അതും എങ്ങോട്ടാ പോയല്ലേ എന്തിനാലും ഒന്ന് ഇത് രണ്ടും ആ സിനിമകൾ പോലെ തന്നെ. വൈ എന്നുള്ളതിന് ഉത്തരവില്ല. എന്നാൽ വൈ എന്നുള്ളത് ഇതിന് ഉത്തരവുണ്ടോ?
ഇത് അൻപേ ശിവം ഫോർ ദ മെസ്സേജ്, എല്ലാം ശിവമയം അല്ലെങ്കിൽ എല്ലാരിലും ദൈവമുണ്ട് എന്നുള്ള ബ്യൂട്ടിഫുൾ മെസ്സേജ്. ഹ്യൂമനാണ് ഗോഡ് എന്നുള്ളത്. പൂർണ്ണമായിട്ടും ഞാൻ അതിനോട് എനിക്ക് വേറെയും ബിലീഫ്, ഞാനൊരു ബിലീവറാണ്. പക്ഷേ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം മറ്റുള്ളവരിൽ ഈശ്വരനുണ്ട് എന്നുള്ള വിശ്വാസം വീച്ച് നമ്മൾ ആ റെസ്പെക്റ്റോടെ പെരുമാറുന്നത് ആവശ്യമാണെന്ന് നമ്മൾ റീഎൻഫോഴ്സ് ചെയ്യുന്ന ചില ആശയങ്ങളുള്ള സിനിമകളാണ്. കാര്യം ഇതിലെ സാറിൻ്റെ ക്യാരക്ടർ അല്ലേ കമൽ സാർ, അത് ഫണ്ണി ആയിട്ടാണെങ്കിലും മാധവനിലൂടെ അത് കാണിച്ചിട്ട് അല്ലേ, മാധവനാണ് നമ്മൾ. അതെ. പക്ഷേ അദ്ദേഹം വിശ്വാസിയാണ്, പക്ഷെ ഇത് വിശ്വാസിയല്ല. പക്ഷെ എന്നിരുന്നാൽ കൂടിയും മറ്റൊരാൾക്ക് നല്ലത് വരിക എന്നുള്ള ആശയം വിൽ ഓൾവേസ് വിൻ എന്നുള്ള ഒരു വലിയ സത്യം ഫാക്ട്. അവസാനം സന്താന ഭാരതി, അതെ, സന്താന ഭാരതി സാർ ലാസ്റ്റ് കൊല്ലാൻ വരുമ്പം പുള്ളി മെൽറ്റ് ചെയ്ത് കളയുന്നൊരു ആ വരികൾ എഴുതിയേക്കുന്നത്, ഓഹ് അത് ഫേവറേറ്റാണ്. അൻപേശിവെന്നുള്ള പാട്ട് യാരാ ശിവം, യാരാ ശിവം ശിവം. അവിടെ നിന്ന് എനിക്ക് മറ്റേ പാട്ട് പെയിന്റിങ് പാട്ട്. അയ്യോ ഇവരുടെ പാട്ട് നല്ല പാട്ടാ. ഏത് പാട്ട് ഇപ്പൊ തന്നെ കേൾക്കണ്ട. വിദ്യാസാഗർ സാർ അല്ലേ, വിദ്യാജി എല്ലാ തരത്തിലും. അതെ, ഞാൻ അങ്ങനെ പറയില്ല. നമ്മൾ പണ്ട് പാട്ട് കാസറ്റ് റെക്കോർഡിങ്ങിന് കുറെ പാട്ടുകൾ എഴുതി വെക്കും, അവിടെ ഇവിടെ ഒക്കെ കേൾക്കുന്നതല്ലേ, റേഡിയോയിൽ കേൾക്കാം, റേഡിയോയിൽ കേൾക്കാനുള്ളൂ, ടി വിയിലും ചിലപ്പോൾ കണ്ട് മിസ്സാവാം. അപ്പോൾ എവിടെ ഒരു കൊളുത്ത് കിട്ടിയിട്ടുണ്ട്, ആക്ടർ ഓർ ഒരു വരി, ഇത് നമ്മൾ എഴുതി നോട്ട് ചെയ്ത് ഒരു 15-20 ആകുമ്പം കാസറ്റിന് കൊടുക്കും, റെക്കോർഡ് ചെയ്ത് തരും. 60 മിനിറ്റ്സ് ഉണ്ട്, 90 ഉണ്ട്. അപ്പം പിന്നെ DVD-യും ഇതിലൊക്കെ ആയിട്ട് റെക്കോർഡിങ്. അപ്പോൾ കാസറ്റിൽ റെക്കോർഡ് ചെയ്യുമ്പം അങ്ങനെ 1-2 പ്രാവശ്യം കൊടുത്തപ്പോഴാണ് ഞാൻ രണ്ടുപേരും തിരിച്ചറിഞ്ഞ് ഇത് AR റഹ്മാൻ എന്ന് പറയുന്ന ദ ലെജൻഡിനെ ഫസ്റ്റ് തിരിച്ചറിഞ്ഞ്. ഈ 5ാം ക്ലാസ് ആ കാല ടൈമിൽ കൊടുത്ത എല്ലാ പാട്ടിലും ഒരു ആൾ പേര് കോമൺ, ഇതൊക്കെ ഇന്ന ആളുടെ പാട്ടാണ്, ഇതാരാ. അവിടുന്ന് നമ്മൾ ആ ട്വിസ്റ്റ് വിത്ത് ഈ ഒരു വ്യക്തി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അനൗൺസ് നെക്സ്റ്റ് കാശ് കൂട്ടി വെച്ച് ആ പുള്ളിയുടെ ഫുള്ളായിട്ടൊക്കെ വാങ്ങും. അതിലൊന്നും മിസ്സാവാനില്ല നമുക്കറിയാം. ഏതാ ശരിക്കും ആരുടെ ഫേവറേറ്റ്? റഹ്മാനാണോ രാജയാണോ? അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് ചോയ്സാ. ഈ 2 പേര് തന്നെയാണ് ഫേവറേറ്റ് ഫോറെവർ. നമ്മുടെ ഓരോ അതിൽ ഞാൻ പിന്നെയും റഹ്മാൻ സാർ തന്നെ വെക്കും, ബിക്കോസ് ഓഫ് ദി നമ്പർ ഓഫ് സോങ്സ്. രാജ സാറിൻ്റെ നമ്പർ ഓഫ് സോങ്സിൽ എൻ്റെ ഫേവറേറ്റ്സ് നമ്മുടെ ഫേവറേറ്റ്സിലുള്ളത് ഭയങ്കര ഫേവറേറ്റാണ്. പക്ഷെ അതേ ഫേവറേറ്റ്സ് ഉള്ള എണ്ണം കൂടുതൽ ഇപ്പുറത്താണ്. ടോട്ടൽ നമ്പറിൽ നോക്കുമ്പോൾ റഹ്മാൻ സാറിന്റെ പാട്ടുകളാണ് അതേപോലെ. ഇപ്പൊ ഡെഫിനറ്റ്ലി ഒരു പൊടി കൂടുതൽ. ഇങ്ങനെ ഗുരു, പഴയ 90s പോകണ്ടല്ലോ. പെട്ടെന്ന് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിപ്പം ഡൽഹി 6, അയ്യോ ഗുരുലാം ജാഗേ, അത് ആ സിനിമ കൂടെ കാണുമ്പം നമുക്കറിയാം അദ്ദേഹം ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്നു. പിന്നെ അവിടെ നിന്ന് ആ ഹൈ വരുമ്പം പുള്ളി ആ റൈസൊക്കെ, ആ റൈസിനൊക്കെ ഉള്ളത്. പിന്നെ അതിലൊരു ഭയങ്കര അണ്ടർ റേറ്റഡ് നോട്ടിസ്ഡ് അണ്ടർ സോങ് ഉണ്ട്, വിദ്യാബാലനെ കൊണ്ട് മാധവൻ ഈ വീൽ ചെയറിലൊരു ഇവിടെ കൊണ്ട് നിർത്തി. ആ പാട്ട് ഭയങ്കര ഫേവറേറ്റ്. അതധികം ആളുകൾ ഡിസ്കസ് ചെയ്യാത്ത പാട്ടാണ്, ഭയങ്കര ഫേവറേറ്റ് എനിക്ക്. ഡെഫിനറ്റ്ലി ഈ ഡൽഹി 6-നാണെങ്കിലും മസാക്കലിയും അർസിയാനും. അന്ന് എന്തായിരുന്നു സൗണ്ടിങ്, എത്ര എണ്ണം കിടക്കും. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഗുരുവിലാണെങ്കിലും ആഷിക്കി, ഹരിഹരൻ സാറിന്റെ എന്തോ ഭയങ്കര നമ്മൾ ഇതാക്കുന്നത്. കണ്ടുകൊണ്ടേ എന്റെ ഫേവറേറ്റ് നമുക്ക് ഈ പച്ചക്കൻ ദേവയോ അത് പറഞ്ഞു കഴിയുമ്പം ഒരു ബാക്കിങ് വരും.
നമുക്ക് സംഗീതം അറിയാത്തതുകൊണ്ട് അത് പറയാൻ അറിയില്ല. പക്ഷെ അത് തരുന്ന സുഖം അതെ നമുക്ക് എൻജോയ് ചെയ്യാം. ഹ്യൂജാ. അത് ബാക്കിൽ ഇങ്ങനെ പോകുന്നുള്ളൂ. ഇതിപ്പോ ഇത് പറഞ്ഞ പോലെ തന്നെ അജിത് സാറും സിമ്രാനും കാണുന്ന പോയിന്റില് അത് രണ്ട് ടീം തബുവും സിമ്രാനല്ല സോറി തബുവും അവര് കാണുന്നിടത്ത് ട്രൂ മ്യൂസിക് എന്നീടെ മ്യൂസിക്കാണ് എൻ്റെ അഭിപ്രായത്തിൽ. അത് മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് വായിക്കാൻ പറ്റുന്ന ഒരാളോ പാടാൻ കഴിവുള്ള ഇത് രണ്ടിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ഇതിനോടൊരു കണക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ വേറൊരു ടൈം പാസ് ഒരാൾക്ക് വേണ്ട, ഡീവിയേഷൻസ് വരില്ല. പാട്ട് പാടി തീർന്ന പാട്ടുണ്ടാക്കാമല്ലോ അല്ലേ? എക്സാക്ട്ലി. പാട്ട് പാടാൻ അറിയാവുന്ന ഒരാൾക്ക് പാടി തന്നെ സ്വയം എൻ്റർടൈൻഡ് ആവാം. പിയാനോയോ വയലിനോ ഗിറ്റാറോ വായിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് സ്വയം എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. അയാൾക്ക് വേറൊരു കമ്പനി വേണ്ടെന്നേ. ഇതൊക്കെ അയാൾ ഹാപ്പി ആവും. ഇപ്പൊ എനിക്കിപ്പോ അഭിനയിച്ച് എനിക്ക് കണ്ണാടിയുടെ മുമ്പിൽ കെട്ടി ഞാൻ അഭിനയിച്ചോണ്ട് ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് സന്തോഷം വരുന്നില്ലല്ലോ. അതൊരു ക്യാമറയിൽ നിന്ന് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഡബ് ചെയ്തൊക്കെ വരും. ഇപ്പൊ തിയേറ്ററിൽ അഭിനയിക്കുന്ന തിയേറ്ററിൽ ഒരു നാടകം ചെയ്യുമ്പോഴേ ഉള്ളൂ അഭിനയം. ബാക്കി സ്പോർട്സ് ഒക്കെ യു നീഡ് എ പാർട്ടിസിപ്പേഷൻ. ബട്ട് മ്യൂസിക് എല്ലോൺ എൻ്റെ അറിവിൽ എൻ്റെ ഒരു പരിമിതമായ സോളിറ്റ്യൂഡൊക്കെ എൻജോയ് ചെയ്യാൻ മ്യൂസിക് ഞാൻ എന്നും ഞാനെന്നല്ല നമ്മളൊക്കെ ഒരു പാട്ട് പാടാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? അറിയായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് പാടുമല്ലോ. ഒറ്റയ്ക്ക് പാടും. ആ കൊതി കൊണ്ടല്ലേ ഞാൻ കാല് പിടിച്ച് കൃഷ്ണ പറഞ്ഞത്. എവിടെയെങ്കിലും ഒരു പാട്ട് കൊതി ഷാൻ റഹ്മാനോട് ചോദിച്ചു ഷാനിക്ക് തന്നില്ല. പിന്നെ ഹിഷാമിനോട് ചോദിച്ചിട്ടുണ്ടോ? വലയിലും ചോദിച്ചിട്ടുണ്ട്. ഒരു 4 വരി അവന് മതി. ഇതിലെ ഒരാള് അയാൾ ഈ പറഞ്ഞ പോലെ ഒരു ആക്ടർ ആവാം, സ്റ്റാർ ആവാം, ഭയങ്കര ആളുകൾ നോട്ടീസ് ചെയ്യുന്ന ഒരു പൊസിഷനിലിരിക്കുന്നു. പലപ്പോഴും ഇവർ ബാക്ക് ടു ബാക്ക് കൂടെയുള്ളവരെയോ അല്ലെങ്കിൽ ഇവർക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ പോലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അങ്ങനെ എപ്പോഴും കണ്ടിട്ടില്ല. വൺസിനെ വരെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അജു വർഗീസിന് ഇതൊരു റെഗുലർ ബേസിസിൽ ഇഷ്ടപ്പെടുന്ന എക്സൈറ്റഡ് ആവുന്ന കാര്യങ്ങളിൽ അത് കൃത്യമായിട്ട് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത് അറിയിക്കുന്ന ഇപ്പോൾ അജു വർഗീസിൻ്റെ ഫോളോ ആളുകളുടെ എണ്ണം ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ അതിലൂടെ കുറച്ച് ആളുകളോട് ഇത് എത്തിയാൽ നല്ലതല്ലേ. ഇത് കൃത്യമായിട്ട് പ്രാക്ടീസായി കണ്ടിട്ടുണ്ട്. ലേറ്റസ്റ്റ് എക്സാമ്പിളാണ് കൂലിയിലെ പാട്ട് ഇറങ്ങി കുറച്ച് നേരം കൊണ്ട് ഇത് കണ്ട് ചാർജ്ഡായിട്ട് നേരെ ഭയങ്കര എനർജി തരുന്ന എന്ത് ആർട്ട് വർക്കും പാട്ടോ ഡാൻസോ. ഇപ്പം ചില സ്റ്റേജ് പാട്ടുകൾ ഹിന്ദിയിൽ പോയൊരു മലയാളി കാലക്കി കളഞ്ഞു. അങ്ങനത്തെ എന്ത് വരുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മൾ ബേസിക്കലി അതിൻ്റെ ലവറാണ്. ഒരു പെട്ടെന്ന് ഫാനാവും. സൗബിയുടെ നമ്മൾ ഓൾറെഡി ഫാനാണ്. എൻ്റെ ഫേവറേറ്റ്സ് ആണ് സുഡാനി, കുമ്പളങ്ങി, ഇലവിഴ, പൂഞ്ചിറ. അൺഡൗട്ടഡ്ലി ഇത് 3 ഐക്കോണിക് പെർഫോമൻസസ് ആണ്. സുഡാനി കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചിട്ട് നാളിക സ്റ്റേറ്റ് അവാർഡാണ് കിട്ടിയിരുന്നു തോന്നുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് കിട്ടിയെന്നല്ല, അവൻ അഭിനയിച്ചോണ്ട് കിട്ടി. പക്ഷെ ഞാൻ പറഞ്ഞേ അയാൾ ഒരു സാധനം ഇന്നലെ, അതും ആരുടെ സിനിമ, ലോകേഷ്, അതിനും മേലെ സൂപ്പർ സ്റ്റാറിന്റെ രജനികാന്ത്, നാഗാർജുന, അമീർ ഖാൻ, ആ സിനിമയിൽ കൂടെ അഭിനയിക്കുന്ന ആ ഡാൻസിൽ ചുമ്മാതല്ല പണിയെടുത്ത് നമ്മളെ വിൻ ചെയ്ത് കളഞ്ഞ അല്ലേ? പണിയെടുത്ത ആ 1500 പേരുടെ അത് പെർഫോം ചെയ്താ അത് അതല്ല ബ്ലൈൻഡ്ലി നമ്മളെ പുള്ളി ചെയ്ത് കളഞ്ഞു പോയി. ഫാനാക്കി കളയുക എന്ന് പറഞ്ഞാൽ അതിലും. അപ്പം ഞാൻ വിളിച്ചു ഞാൻ പറഞ്ഞു അത് ചെറിയ ഇപ്പോഴും നമുക്ക് തരിപ്പുണ്ട്. പ്രത്യേകിച്ച് അവർ നന്നായി കട്ട് ചെയ്തു, നന്നായി അവർ എഡിറ്റ് ചെയ്തു, നല്ല എഡിറ്റ്, നല്ല കൊറിയോ. അതായത് ലിറിക്കൽ വീഡിയോ റിലീസ് ചെയ്യുമ്പോഴും എന്താണ് പുറത്ത് ഡെലിവറി ചെയ്യേണ്ടതെന്നുള്ള പോസ്റ്റ് കൃത്യമായിട്ട് വിഷ്വലി കൊണ്ട് എനിക്ക് അതിലൊരു ഇങ്ങനെ ഒരു സാധനം. അപ്പോൾ അത് ഭയങ്കര ഒരു മൊമെന്റ് അല്ലേ നമ്മുടെ മലയാളി. പിന്നെ ഉറപ്പായിട്ടും അത് അവിടെ ഇത്രയും വലിയൊരു ചിത്രം അവിടെ പെട്ടെന്ന് നമ്മൾ അതിന്റെ ലവറാവും. അത് പണ്ടും അങ്ങനെ തന്നെ. അതുപോലെ തന്നെയായിരുന്നു ഈ എന്താ മറ്റേ ലാലേട്ടന്റെ വീഡിയോ വെച്ച് സേ എന്താ മോനെ, ജസ്റ്റ് സേ എന്താ മോനെ. നമ്മൾ എന്താ മോനെ എന്നുള്ളത് കേട്ടിട്ടുണ്ട്, നേരിട്ട് കേട്ടിട്ടുണ്ട്. മറ്റുള്ളവർ പറഞ്ഞ് മോനെ വിളി സാറിൻ്റെ
അപ്പോൾ അത് കണ്ട് നമ്മളൊക്കെ വിളിക്കും. ഏറ്റവും സ്വീറ്റ് വേ ആയിട്ടാണ്. പക്ഷെ അതിനെ നീരജ് എനിക്ക് വേറൊരു കാര്യം പറഞ്ഞു, അതിൻ്റെ വേറൊരു ചിലർക്ക് നിനക്ക് വർക്കാവുന്നില്ലെങ്കിൽ വിട്ടേക്കൂ ചേട്ട. അപ്പം പക്ഷെ എനിക്കെന്തോ അതിൽ ഭയങ്കര ഒരു ലാൽ സാറ് മോനെന്ന് വിളിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ജെനുവിനായിട്ട് ആത്മാർത്ഥമായിട്ടും അയാൾക്ക് മര്യാദ കൊടുത്തുകൊണ്ടാണ് വിളിക്കുന്നത്. അതിൽ ചിലപ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ വിളിക്കുമ്പോൾ അതുണ്ടാവില്ല, സാറ് വിളിക്കുമ്പോൾ അതുണ്ട്. സോ അത് എന്താ മോനെ ഐക്കോണിക്കാണ്, അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടത്. അതുകൊണ്ടാണ് ഒരു പയ്യൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, അത് എനിക്ക് അയച്ചു തന്നു ആരോ. അപ്പം ഞാൻ പറഞ്ഞു, എടാ ഇയാളോട് ചോദിക്ക്, ഞാൻ അഡ്മിൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ അവർ എഡിറ്റ് ചെയ്താണല്ലോ. പക്ഷെ അവർക്ക് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ആ ഇൻസിഡന്റിലാണെങ്കിലും വളരെ തന്മയത്തോടെ അത് ഡീൽ ചെയ്തല്ലോ. ഈ രണ്ട് കൂട്ടർക്കും അറിഞ്ഞുകൊണ്ടല്ല അല്ലേ അതെ സംഭവിച്ചു. പക്ഷെ റിയാക്ട് ചെയ്യുന്നതിൻ്റെ അത് ലെസണാണ് സത്യം. ആ ഫോൺ കോളിലെ ലെസണാണത്. അത് എളുപ്പമല്ല. അതിലാണ് കൃത്യമായിട്ട് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ബി മോഹൻലാൽ. അത് ഉറപ്പായിട്ടും സാറിനോട് നമ്മളൊക്കെ ജസ്റ്റ് അവിടെ ദൂരെ നിന്ന് മനസ്സിലാക്കിയോ. ഇപ്പോൾ പല ഡയറക്ടേഴ്സ് സിബി സാറിൻ്റെയും ഷാജി സാറിൻ്റെയും ഒക്കെ ഇന്നിപ്പം സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നില്ലേ, ഹൗ ഈസ് ഇറ്റ് ടു വർക്ക് വിത്ത് ഹിം, ടു ബി ദാറ്റ് പേഴ്സൺ. എളുപ്പമല്ലല്ലോ. ക്ഷമ, എന്തോ കമ്പാഷൻ, ഗിവ് യു റെസ്പെക്ട്. അജു വർഗീസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് മനസ്സിൽ വരുന്നത് കുറേ ഫ്രണ്ട്സ്, ഭയങ്കര വലിയ സൗഹൃദ കൂട്ടായ്മ, ഒരു വലിയ കംഫർട്ട് സോൺ. അജു വർഗീസിൻ്റെ കംഫർട്ടാണ് പലർക്കും. ഞാൻ കംഫർട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. ഈ മനുഷ്യരെ ഹാൻഡിൽ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ട് നടക്കുക, അത് ശരിക്ക് നിങ്ങളൊരു പേഴ്സണൽ അച്ചീവ്മെൻ്റ് അല്ലേ? അതെന്താ അറിയോ, ഇത് ഒരു ഡിപ്ലോമസിയെ കുറ്റം പറയുന്നവരുണ്ട്, സെൽഫ് റെസ്പെക്റ്റിനെതിരാണ്. അത് പലപ്പോഴും നേർപാതയാണ്. അപ്പം എൻ്റെ ഒരു രീതി, നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ താങ്കൾ എൻ്റെ മുറിയിലോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുമ്പം എൻ്റെ ഫസ്റ്റ് മര്യാദയാണ് ടു ബി എ ഹോസ്റ്റ്. അപ്പം പിന്നെ ഞാൻ വിശ്വസിക്കുന്ന മേ ബി അത് ഒരു പരിധി വരെ മദ്രാസിൽ ഉള്ള ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു കാര്യമാണ്. അത് ഇവിടെ ഒരു നമ്മുടെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഇൻസ്പയർഡ് അഗെയിൻ. അത് എന്താ പറയുക, നമ്മളെ റീഇൻഫോഴ്സ് ചെയ്യുന്ന ഒരു ഫോളോ ചെയ്യണം തോന്നി. നമ്മൾ അരിക്കണം, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. നമ്മൾ രണ്ടാമത്തെ വിട്ടേക്കോ, നമ്മൾ മറ്റേ ആൾ എന്തോ ആയിക്കോട്ടെ ഒരു മര്യാദ കൊടുക്കുക എന്നുള്ളത്. അപ്പം അത് അത് ആ ഫ്രീഡത്തിൽ നമ്മളിപ്പം തെറി വരെ പറയും. ഞാൻ പറയുന്നത് അതൊരു ബന്ധത്തിലാണ്. അതെ. ഇപ്പം ധ്യാൻ്റെ എൻ്റെയൊക്കെ ഒരു വിഷൻ തന്നെ അത് തെറ്റാണെന്ന് ഇവിടുത്തെ കുറേ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവൻ ചോദിച്ചൊരു ചോദ്യം ഒരു ഇൻ്റർവ്യൂവിൽ സത്യമാണ്. അത് നമ്മുടെ ഒരു പൊതുവായ ആശയം തന്നെയായിരുന്നു. അത്യാവശ്യം ജീവിക്കാനുള്ള കാശ്, അവിടെ വേണ്ടതെന്താ, താമസിക്കാനൊരു സ്ഥലം, കിടക്കാനൊരു മെത്ത, ഭക്ഷണം, എൻ്റർടൈൻമെൻറ്റിനോ ടി വിയോ പാട്ട് കേൾക്കാനോ, ഇനിയിപ്പോൾ സിഗരറ്റോ അല്ലെങ്കിൽ മദ്യപിക്കുന്നോ, അവർക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ട്. ഇതെല്ലാം ആത്യന്തികമായി ഒരാൾ ആഗ്രഹിക്കുന്നുള്ളൂ. അതെ, എല്ലാ എതിരഭിപ്രായമുള്ളവരുണ്ടായിക്കോട്ടെ. പക്ഷെ ഞങ്ങളെപ്പോലെ വി ഡു എക്സിസ്റ്റ് കുറച്ച് പേരുണ്ട്. അപ്പം അത് ഈ റാറ്റ് റേസിലുള്ള വിശ്വാസം പൊതുവെ ഇല്ല, പ്രൂവ് ചെയ്യുക എന്നുള്ള വിശ്വാസമില്ല. നമ്മൾക്ക് നമ്മളുടെ ആവശ്യങ്ങൾ കുറവാണ്, അത് എത്തിയാൽ നമ്മൾ ഹാപ്പിയാണ്. സോ ആ റാറ്റ് റേസിൽ നിന്ന് ഒഴിവാക്കിയത് ഈ സിനിമ വന്നിട്ടല്ല, അത് മടിയുടെ ഭാഗം എന്നായിട്ട് നമ്മൾ എളുപ്പത്തിൽ പറയാം. മടിയുടെ ആണോ, മേ ബി എൻ്റെ ചുറ്റുമുള്ള സുഹൃത്തുക്കളൊന്നും അങ്ങനെ ആ ക്വാളിറ്റി ഉള്ളവരാണ്. കോളേജിൽ പഠിച്ചപ്പോഴും പിന്നെ ഞാൻ കണ്ട വിനീതാണെങ്കിലും, വിനീതിനെ വെട്ടിപ്പിടിക്കുക എന്നുള്ളതൊന്നും വിനീതിൽ നിന്ന് ഒരിക്കലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം എൻ്റെ മാനേജറായിരുന്ന മഹേഷ് ആയിരുന്നെങ്കിലും, ജോലി നീ ചെയ്യുക, നീ എങ്ങനെ ചെയ്തെന്ന് ഒരിക്കലും മഹേഷിനോട് ചോദിച്ചിട്ടില്ല. ജോലി സമയത്ത് തീർന്നോ, എഫിഷ്യൻസി മാത്രമേ നോക്കിയിട്ടുള്ളൂ. നീ രാവിലെ 9 മണിക്ക് വന്ന് രാത്രി 10 മണി ഇരിക്കണമെന്ന കാര്യമില്ല. അപ്പം നമ്മുടെ താല്പര്യങ്ങൾ വേറെ ആദ്യമേ സെറ്റ് ചെയ്തിരുന്നത്. സോ അതെപ്പോഴും ഒരു കംഫർട്ടബിൾ ആണ് ഏത് കാണുന്നവർക്കും. ഒരാൾ ഭയങ്കര തിരക്ക് പിടിച്ച് നിൽക്കുന്ന ഒരാൾ
മറ്റേ ആൾക്ക് ഒരു ഡിസ്കംഫേർട്ട് കൊടുക്കും. ഇപ്പം എനിക്ക് ദേഷ്യം വരാത്ത ആളൊന്നുമല്ല. ഇറിറ്റേഷൻസും വിശന്ന എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്ന ആളാണ്. അത് കഴിഞ്ഞ ദിവസം ബോബി കുര്യൻ ചേട്ടനെയും ജെയ്സൺ എന്ന് പറഞ്ഞ ചേട്ടൻ ആക്ടറില്ല, അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ മനസ്സിലായി ജോയി ചേട്ടൻ അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര റിലേറ്റബിളാണ്. അങ്ങനെയുള്ളവരുണ്ട്. നമുക്ക് പിന്നെ ഒരു ഇമോഷനോ അല്ലെങ്കിൽ ബന്ധങ്ങൾ വരെ മറന്നു നീയൊക്കെ ഏതാണെന്ന് തോന്നിപ്പോവും അത്. അപ്പോൾ ഐ തിങ്ക് ഡ്രീംസ് ചെറുതാണ്, പക്ഷെ ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞില്ല, ഏത് മനുഷ്യനുള്ള പോലെ ഉണ്ട്. അതാണ് ഒരു റീസൺ. ആ ഒരു കംഫർട്ടിലോട്ട് ഒതുങ്ങി നമ്മളെ ഫോഴ്സ് ചെയ്യുന്ന കാരണം അത് കാണുന്നവർക്കൊരു കംഫർട്ട് കൊടുക്കും നാച്ചുറലി. നമ്മൾ വളരെ കുറച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്. സ്റ്റിൽ അവിടെ എനിക്ക് നിങ്ങളൊരു വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ഉള്ള അത് നമ്മൾ ഈ പറഞ്ഞ കംഫർട്ട് കിട്ടുന്ന കറക്റ്റ്. ആ കമ്മ്യൂണിക്കേഷൻ അവിടെ ഈസി ആവുന്നത്. കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഞാൻ സംസാരിക്കും, ഇപ്പം ഞാൻ ഇപ്പോൾ ഭയങ്കര ടോക്കറ്റീവ് ആയോ എന്ന് എനിക്കൊരു സംശയം. എനിക്ക് പണ്ടത്തെ കൂട്ടുകാരെ കാണുമ്പോൾ ഇനി ഈ വർഷം കാണുമ്പോൾ അവന്മാർ ചോദിക്കണം കോളേജിൽ ഞാൻ ഇത്രയും സംസാരിക്കുമായിരുന്നു, എനിക്കും അറിയില്ല. കാര്യം പ്രത്യേകിച്ച് ജോലിക്കാര്യം വരുമ്പോഴേ നമുക്ക് പിന്നെയും സംസാരിക്കാൻ ഒരുപാടുണ്ടാവും. എനിക്കൊരു നിർബന്ധമുള്ളത്, ഞാനൊരു കാര്യം പറഞ്ഞാൽ അവിടെ ഒരു സംശയം പിന്നെ നിലനിൽക്കരുത്. അപ്പം ഞാനിപ്പോൾ ആരെങ്കിലും ഒരു ജോലിയുടെ മെസ്സേജ് അയച്ചാൽ മെഷർമെൻറ്റ്സ് കോസ്റ്റ്യൂമർ അയച്ചാൽ ആ മെഷർമെൻറ്റ്സിൻ്റെ റിപ്ലൈ കണ്ടാൽ അയാൾക്ക് ഇനി ഒരു സംശയം വരരുത്. പക്ഷെ ഇപ്പോഴത്തെ മെസ്സേജ് രീതികളൊക്കെ അതറിയോ, ഞാനിങ്ങനെ കൊടുക്കും, അവിടെ നിന്ന് തിരിച്ച് ടിങ്. അപ്പോൾ എനിക്കെന്നെ തോന്നുന്നു നമ്മൾ ഇത്രയും പറയണ്ട അല്ലേ. അപ്പം ഞാനിപ്പം ചെറിയ റിപ്ലൈ ആക്കി, ഒരു തൃപ്തി കുറവ് അവർക്കിനി മനസ്സിലായി. അല്ല എനിക്കത് പലരുടെയും ഇതാട്ടോ. ഇപ്പം ചിലർ നമ്മൾ ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് കാര്യമായിട്ടൊരു മെസ്സേജ് അയക്കുമ്പോൾ തിരിച്ച് കൊടുക്കും. ഒന്നെങ്കിൽ ഇത് ഇമോജി അയക്കും, അല്ലെങ്കിൽ ആ ഓഡിയോയുടെ മെസ്സേജിൽ റിയാക്ഷൻ ആയിട്ട് ചെറിയ തംസപ്പ് വരും, സങ്കടം വരും, ഈഗോയിലൊക്കെ അടിക്കും. ഞാൻ ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കിയല്ലേ. അല്ല ശരിയാണ്. ഇപ്പം ചില ഷോട്ട് എടുത്ത് കഴിയുമ്പോൾ ഞാൻ ഡയറക്ടേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്യും, ആ തല്ലിപ്പൊളിയായിരിക്കും. അപ്പം ഞാൻ അവരോട് ചോദിക്കും അത് കാണിക്കണോ, അപ്പുറത്തെ ആളുടെ റിയാക്ഷനിൽ ഈ ഡയലോഗ് ഞാൻ ഡബ് ചെയ്ത് തന്നാൽ പോലെ. ഈ ലിമിറ്റേഷൻസ് എക്സ്പോസ്ഡ് ആകാതിരിക്കുക അതിനെന്നെ സഹായിക്കുന്ന സുഹൃത്തുക്കളാണ് എല്ലാ ഡയറക്ടേഴ്സും. ഇപ്പം ആർക്കാണ് നിർബന്ധം ഇവനെ എനിക്കിന്ന് പൊളിച്ച് കാണിക്കണം, ഇവൻ്റെ അഭിനയിക്കാത്ത സൈഡ് കാണിക്കണം, അത് പുള്ളിയുടെ സിനിമയാണല്ലോ. അപ്പം ഞാൻ ചോദിക്കും ഇങ്ങനെ ആക്കിത്തരുമോ, അപ്പോൾ അത് ചെയ്തു തരാറുണ്ട്. ഈ നേരത്തെ ഡബ്ബ് പറഞ്ഞപ്പോഴേ 10 വർഷം കൊണ്ട് പഠിക്കുന്നത് അൺലേൺ ചെയ്യുന്നതൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സൗണ്ട് നിങ്ങളുടെ ആക്ടേഴ്സിന് ഒരു യൂണിക് ടൂളാണല്ലോ ശരിക്കും. അതിൽ തന്നെ അജുവിൻ്റെ സൗണ്ട് ഭയങ്കര യൂണിക്കായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോൾ നേരത്തെ ഡബിനിട്ട് എൻ്റെ മനസ്സിൽ കുട്ടു സംസാരിക്കുന്ന ശബ്ദവും ഇപ്പോഴത്തെ അജു വർഗീസ് ശബ്ദവും രണ്ട് എക്സ്ട്രീമിലാണല്ലോ. നമുക്ക് കിട്ടില്ല, അതാ നമുക്കിത് ഭയങ്കര കേട്ട് അപ്പോൾ ഈ ശബ്ദത്തിനെ ഉപയോഗിക്കാൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഈ ശബ്ദത്തിലൊരു കോൺഫിഡൻസ് വരുന്നത് ചില ക്യാരക്ടേഴ്സിന് നമ്മൾ ശബ്ദം മോൾഡ് ചെയ്യും, ചിലപ്പോൾ ഒന്ന് റഫാവും. സോ ഭയങ്കര ഫ്രീ ആയി ഓപ്പണായി സംസാരിക്കാം. ഈ ശബ്ദം കരിയറിൻ്റെ തുടക്കം മുതൽ ഇപ്പോൾ വരെയുള്ള ജേണിയിൽ ഇങ്ങനെ കൂടെയുള്ള ശബ്ദത്തിനോട് എന്നും ഒരു പരിഹാസം ഫേസ് ചെയ്തിട്ടുണ്ട് മുന്നേ. പക്ഷെ എന്നെ ബാധിക്കാറില്ല ഇതൊന്നും. ബോഡി ഷെയ്മിങ് എന്നായി മാറിയ കാര്യങ്ങളൊന്നും വെൻ ദേ മേക്ക് ഫൺ ഓഫ് മീ, അല്ലെങ്കിൽ അവരോടൊപ്പം ഞാനും അത് എൻജോയ് ചെയ്യാറുണ്ട്. ബേസിക്കലി എനിക്ക് ആ ഇഷ്ടമാണ് ഒരു കൺസ്ട്രക്റ്റീവ് സാഡിസം. അപ്പോൾ അത് ജെനുവിൻലി നമ്മളെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പം നമുക്ക് ആദ്യം ഈ കുട്ടു അല്ലെങ്കിൽ തട്ടത്തിൽ മറയത്തിലും ഷാജി, എനിക്ക് ഇപ്പം പിന്നെയും ഷാജിയാണ് എൻ്റെ, മറ്റേക്ക് ഭയങ്കര നല്ലവരാ കുട്ടുവും ഷാജിയൊക്കെ, തട്ടത്തിലെ അബ്ദു പാവങ്ങള്, ഷാജി അതല്ല, കുറച്ച് കളറാ. അപ്പൊ അവിടൊക്കെ വന്നപ്പോഴാണ് ഈ ശബ്ദം മറ്റേത് അത്ര. ഇപ്പം നമുക്കൊന്ന് ഗോവയ്ക്ക് പോയാലോ എന്നുള്ള ചോദിക്കുന്ന അയാൾക്ക് ആ സൗണ്ട് ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ അത് മതി. ഞാനും ഇന്നസെൻ്റ് ആയിരുന്നു, അതുകൊണ്ട് അത് സത്യസന്ധമാണ്. ഇപ്പം അബ്ദു പറയുമ്പോഴും ഒരു പരിധി വരെ ഞാനും ഇന്നസെൻ്റ്. പിന്നെ അല്ല, നമ്മുടെ ഇന്നസെൻസ് പോയി, ഷാജിയിൽ അതുണ്ട്. അപ്പം ആ ഇന്നസെൻസിന് നമുക്ക് ശബ്ദം മാറണം. വിനീതിൻ്റെ അപ്പോഴത്തേക്കും നമ്മൾ മറ്റേ റിംഗ് മാസ്റ്റർ ഡബ്ബിങ് കഴിഞ്ഞു, നമ്മൾ ഇതിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വിനീതിനോട് ചോദിച്ചിട്ടാണെങ്കിലും നമ്മൾ അതെങ്ങനെ, അതൊരു നെവർ എൻഡിങ് പ്രോസസ്സാണ് സൗണ്ട്.
അതിൻ്റെ എക്സാമ്പിൾ ലേമാൻസ് രീതി ഞാൻ പറഞ്ഞിട്ടുള്ള റിപ്പീറ്റ് ചെയ്യാം. പക്ഷേ ഇപ്പം എൻ്റെ ഫേസിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. ഇത് നമുക്ക് നമ്മൾ ഡബ് സ്മാഷ് ചെയ്യില്ലേ, അത് ഞാൻ ചെയ്ത നമ്മൾ സീരിയസ് മുഖം അതേപോലെയൊക്കെ വൃത്തിക്ക് വെച്ചാൽ അത് അങ്ങ് അങ്ങ് പാസ്സായിപ്പോവും. തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഫേസിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ടാവും, പോയില്ല, എല്ലാ ഇമ്പാക്റ്റും പോയില്ല. സൗണ്ട് ഇസ് ദാറ്റ് പവർഫുൾ. നോക്കി, ഇത് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് വാല്യൂ അഡീഷൻ, അങ്ങോട്ട് പോയപ്പോൾ അവിടെ വാല്യൂ പോയി. ആ പവർ അത് അത് എനിക്ക് തോന്നുന്നു വിഷ്വലിനേക്കാളും ഇമ്പോർട്ടൻ്റ് സിനിമയിൽ സൗണ്ട്, അല്ലെങ്കിൽ നാടകത്തിലാണ് കാണുന്നത്. എനിക്ക് മേളില സൗണ്ട് എപ്പോഴും. നമ്മൾ കണ്ണ് ചിമ്മും, ഇതൊരിക്കലും ഇതിനൊരു അടവ് വരുന്നില്ല. മാത്രമല്ല നമുക്ക് ശബ്ദരേഖയിൽ നമ്മൾ വിഷ്വല് സിനിമ ഫുൾ കണ്ടവരാ. ഓഡിയോ മൂവീസ് ഇന്ന് എനിക്ക് തോന്നുന്നുണ്ടോ സ്പോട്ടിഫൈയിലൊക്കെ ഉണ്ടോ? സ്പോട്ടിഫൈയിൽ സിനിമയായിട്ടില്ല, എപ്പിസോഡ്സ് ഉണ്ട് തോന്നുന്നു. പല സീരീസുകളിലൊക്കെ പോലെ കുഞ്ഞു കുഞ്ഞു എപ്പിസോഡ്സ് വരുന്ന പിന്നെ ഈ സ്റ്റോറി ടെല് പോലുള്ള ആപ്പുകളിൽ കഥകൾ കേൾക്കാം. അതേ ഉള്ളൂ. നമ്മൾ ഈ കേട്ട പോലെ സൗണ്ടും പാട്ടും ഇടിയും എല്ലാം കൂടെ അതില്ല. ഇല്ല, ശബ്ദരേഖ കേട്ടവർക്ക് നമുക്കറിയാം സൗണ്ട് നമ്മളുടെ ഇമാജിനേഷനെ അത്രയും ഇതാക്കുന്ന കാര്യം. അപ്പം അതിൻ്റെ മോഡുലേഷൻ അത് പഠിക്കേണ്ട ഒരു ഏരിയ. അത് എവ്രി ഡേ എങ്കിലും ഒരു ആക്ടർ അതിനെക്കുറിച്ച് കോൺഷ്യസ്ലി ചിന്തിക്കുന്നുണ്ടാവും. ഏതെങ്കിലും ഒരു വോയിസ് ഒരാൾ ഒരു വേർഡ് പറയുന്നതോ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ആക്ടേഴ്സ് ചെയ്യില്ലേ ചിലർ, നമുക്ക് ചിലരുടെ മോഡുലേഷൻ കാണുമ്പോൾ വാവ്. നമുക്ക് രാജ്ചേട്ടനെ, നമ്മളെങ്ങനെ രാജ്ചേട്ടനെ ഫസ്റ്റ് ഫാനാവുന്നത് പുള്ളിയുടെ ഇൻ്റർവ്യൂവിലെ ഇത് കണ്ടിട്ട്, ആ സ്ഫുടത, ക്ലാരിറ്റി അല്ലേ, ക്ലാരിറ്റി ഓഫ് സ്പീച്ച് ഡെഫിനറ്റ്ലി, പക്ഷെ എന്നാൽ ആ വെർബൽ ഒരു ടോണൊക്കെ ഉണ്ടല്ലോ, അത് 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 എന്നും സ്റ്റിൽ ഓൺ ദ ഗോ ലേണിംഗ് തന്നെയാണ്. ഞാൻ ഒരു കുഞ്ഞു സെഗ്മെന്റ് പോലെ ഞാൻ 3-4 സീനുകൾ പറയാം. ആ സീക്വൻസിന്റെ ചിലപ്പോൾ അത് ഷൂട്ട് ചെയ്യുമ്പോൾ മെമ്മറി ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് സ്ക്രീനിൽ കാണുമ്പോഴതായിരിക്കാം, അല്ലെങ്കിൽ ഇത് കുറേ നാളെ പിന്നെ കാണുമ്പോഴതായിരിക്കാം. അതൊന്ന് ഷെയർ ചെയ്താൽ മതി. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഭയങ്കര ഒരു രാത്രി ഈ ഇവൻ്റ് നടക്കുന്നത്, ഭയങ്കര നിശബ്ദതയുണ്ട്, എവിടേക്കും മറ്റേ വെടിവെച്ച് കേൾക്കുന്നുണ്ട്, ഭയങ്കര സ്ട്രഗിളിൽ പെട്ടെന്ന് അവിടെ നിന്ന് ക്യാപ്റ്റൻ ഗിരി എന്ന് പറഞ്ഞ് ഈ കാഞ്ഞാണി വിളിക്കുന്നു. ഇതിൻ്റെ ടീച്ചറായിട്ടാണ് ആദ്യം നമ്മൾ കാണുന്നത്. പിന്നെ സിനിമയിൽ ഇത് വേറൊരു നറേറ്റീവായിട്ടും മൈൻഡിൽ ചവിട്ടി നിൽക്കുന്നതും എൻ്റെ ഒരു പടമായിട്ട് ബന്ധമില്ലാത്തൊരു സീക്വൻസ്. എന്നാൽ ഈ സീക്വൻസ് പുറത്ത് നിൽക്കുകയാണെങ്കിൽ പോലും ഈ മീറ്റർ മാറിക്കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉള്ളത്. എന്നാൽ ഒരു തരത്തിലും ഫ്ലോപ്പ് ആവുന്നില്ല. നിങ്ങളുടെ ഈ കോമ്പിനേഷൻ, നിങ്ങളെടുക്കുന്ന എഫേർട്ടുകൾ, കാഞ്ഞാനിയുടെ ക്രൂക്കട്ട്നെസ്, ഇതിലത് ഭയങ്കര സക്സസ് ആയി മാറുന്നുണ്ട്. ആളുകൾ പിന്നെയും പറയുന്നുണ്ട്. ഈ പെർട്ടിക്കുലർ സീക്വൻസ് എൻ്റെ ഓർമ്മ, ഇതിൻ്റെ ഐഡിയ കേൾക്കുന്നത്, കാണുന്നത്, ഷൂട്ട് ചെയ്യുന്നത് എന്തായാലും ഓം ശാന്തിയുടെ കഥ മിഥുൻ പറഞ്ഞ് നിവിനേടത്തിൻ്റെ നറേഷൻ കൊക്കോട്രി പഴയ പനമ്പള്ളി താഴെയായിരുന്നു, ബേസ്മെൻറ്റ് അകത്തോട്ട്, പിന്നെയുള്ള അപ്പുറത്തൊക്കെ ആയത്. കഥ അന്ന് ഞാൻ ഫുൾ ശ്രദ്ധിച്ചില്ല, ഇനി സത്യം പറയാമല്ലോ. നല്ലതെന്തുവാ, കഴിവുള്ള ആളാണെന്നും അറിയാം, സെൻസിബിൾ ആളെ കേൾപ്പിക്കുന്നതെന്ന് അറിയാം. ഏതായാലും പടം വർക്കായി. പിന്നെ പ്രൊഡക്ഷൻ ആദ്യം സന്ദ്രയായിരുന്നു, പിന്നെ അങ്ങോട്ട് മാറി ആൽവിൻ ചേട്ടനായി. അത് കഴിഞ്ഞ് എനിക്ക് വേഷമുണ്ടെന്ന് പറഞ്ഞാൽ 5-6 ദിവസമേ ഉള്ളൂ. എനിക്ക് ഇത് എവിടെയാണ് ക്യാരക്ടർ വരുന്നതെന്ന് ധാരണ ആക്ച്വലി ഇല്ല. പക്ഷെ മിഥുൻ സെറ്റിലുണ്ട്, വന്നു പോകും, ഫുൾ ജൂഡായിരുന്നു, ഫുൾ ടെററാണ്. കൂട്ടുകാരനൊക്കെ അവിടെ സെറ്റിൽ വേറെ ആളാണ്. അപ്പം ഞാൻ ഇന്നും ഓർമ്മയുണ്ട്, 2-3 ഗെറ്റപ്പ് ചേഞ്ചുകളുണ്ട് ഇയാളുടെ പല കാലഘട്ടം. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു ഫ്രഞ്ച് വെച്ചിട്ട് വാ. അപ്പോൾ ഫ്രഞ്ച് വെച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞു ഇതിലും കൂടെ ഫ്രഞ്ച് മടി കാരണം ഞാൻ ഇതിന് അല്ലല്ലോ, ഞാൻ ഇപ്പം മാറ്റിയിട്ട് വരാം പോയി. ഇങ്ങനെ അവൻ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്കത് ബാധിക്കില്ല, നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പം ഈ സീനിൽ എൻ്റെ ഓർമ്മ, ആൽവിൻ ചേട്ടൻ അവൻ്റെ അടുത്ത് നിന്ന് വഴക്ക് കേട്ടോണ്ടിരിക്കുക, ഈ സെറ്റപ്പിൽ എന്തോ കുറവ് വന്നേല്. എനിക്ക് നന്നായിട്ട് അത് ഓർമ്മയിൽ വരുന്നുണ്ട്. ടയർ കത്താൻ ടയറില്ലെന്നോ, കാര്യം ഇത് സെറ്റ് ചെയ്യുന്നൊരു വാർ ഫ്രണ്ടാ. ഇത് സെറ്റ് ചെയ്തേക്ക് നമ്മുടെ ഈ ഏലൂര് ഏതോ ഒരു സ്ഥലത്താണ്, 2 ബിൽഡിങ്ങിൻ്റെ പുറത്ത് പൊട്ടിക്കള്. പക്ഷെ ഇതിന് മുകളിൽ ഇതൊക്കെ വന്നതാ, നമുക്കറിയില്ലല്ലോ ഇതൊക്കെ ഇങ്ങനെ വരുന്നു. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഓർമ്മ. ആർട്ടിലെ ചേട്ടനോടും പ്രൊഡ്യൂസറോടും പറഞ്ഞ സെറ്റപ്പ് കൃത്യമാവാത്തതിലുള്ള അമർഷം പുള്ളി പ്രകടിപ്പിക്കുന്നു. 2, ഇതെന്താ വരുന്നതെന്നൊന്നും ധാരണയില്ല.
എൻ്റെ എക്സൈറ്റ്മെൻറ്റ് മിലിറ്ററി വേഷം അതൊക്കെ വെച്ചിട്ട് നമ്മളൊന്നും ജീവിതത്തിൽ പോലീസോ മിലിറ്ററി ആവുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. സിനിമയിലും വിളിക്കുമായിരുന്നു. എനിക്ക് നല്ല മിലിറ്ററി വേഷം, ഞാൻ കുറേ ഫോട്ടോ എടുത്തു. അതിലിവരെ ചതിക്കുന്ന സാധനമാണെന്ന് മനസ്സിലായി. പക്ഷെ സിനിമയിൽ ഇതെന്താണെന്ന് എനിക്കറിയില്ല. അതാണ് പെട്ടെന്നുള്ള ഓർമ്മ. അടുത്ത സീൻ ചോദിക്കാനുള്ളത് മലർവാടിയുടെ ക്ലൈമാക്സ്. നിങ്ങളെല്ലാം ആയിരം കാതം കഴിഞ്ഞിട്ടുള്ള ടൈലൻ പോർഷൻ ഗോവയ്ക്ക് പോവാൻ നിൽക്കുന്ന നേരം കുമാരേട്ടൻ കുമാരേട്ടനെ കാണുന്നത്. അതായത് ആയിരം കാതം നമുക്കൊരു സമാധാനം വരുന്നുണ്ട്. അവിടെ നമ്മൾ ശരിക്കും എനിക്കൊന്ന് പ്രേക്ഷകര് ഈ ബ്രീത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് റിലീസ് ചെയ്യുന്നത് അവിടെയാണ്, കുമാരേട്ടനെ കാണുന്നതും നിങ്ങളുടെ റിയാക്ഷൻ ഷോട്ടും. നെടുവീർപ്പ് വരും സ്റ്റിൽ. ആ സീക്വൻസ് എങ്ങനെ? അത് ഷൂട്ട് ചെയ്യുമ്പം ഉറക്കം വന്നിരിക്കുന്നു. നൈറ്റ് കാര്യം കുമാരേട്ടൻ്റെ ഒക്കെ ആക്സസ് നേരത്തെ എടുത്തു. താഴത്തെ സീക്വൻസാണ് വേണു സാറിൻ്റെ. ഞങ്ങൾ ഇറങ്ങി വരുന്നൊക്കെ രാത്രിയാണ്. അപ്പോൾ ബലർവാടി ടഫ് ഷൂട്ടിംഗ് ആയിരുന്നു. ഇന്ന് അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് മനസ്സിലായത് പിന്നെ ഉള്ള സ്ഥലത്ത് പോയപ്പോൾ നമുക്ക് ഈസിയായി. ഇത്രയും ടഫ് കഴിഞ്ഞത് കൊണ്ട് 27 ഡേ നൈറ്റ് ഷൂട്ടുണ്ടായിരുന്നു. 43 ഡേയ്സിൽ 42 ഡേയ്സ് 27 ദിവസം ഡേ നൈറ്റ് ആയിരുന്നു. ഈ ഡേ നൈറ്റ് എന്ന് പറയുമ്പോൾ രാവിലെ 6 പോയാൽ പിറ്റേ ദിവസം 5-6 വരുള്ളൂ. തിരിച്ച് കുളിച്ച് ഫ്രഷായി അടുത്ത 1 മണിക്കൂർ കഴിയുമ്പോൾ ഇറങ്ങാന്നേ ഉള്ളൂ. അപ്പം കാരവാൻ ഇല്ല. അപ്പോൾ അത് കുഴപ്പമൊന്നുമല്ല. അപ്പം എവിടെയെങ്കിലും ഇരുന്നുറങ്ങുക എന്നുള്ള പോസിബിലിറ്റി ഉള്ളൂ. പറ്റുകയാണെങ്കിൽ നമുക്ക് ഒന്ന് കിടന്ന് ഗ്യാപ്പുകളിൽ നമ്മൾ ഉറങ്ങുക ചെയ്യാറുണ്ട്. അത് പക്ഷെ ആ ടഫ്നെസ് നന്നായി. പക്ഷെ അന്നത്തെ അവസ്ഥ അതല്ല. ഇത് ഇനി നൈറ്റ് നമുക്കറിയില്ല ഒന്നും. ഓരോ ഷോട്ടും തെറ്റിച്ചുകൊണ്ടിരിക്കും. ഓരോ ഷോട്ടും ക്ലൂലെസ്സാണ്. ഈ ലിറ്ററലി സ്പീക്കിംഗ് ഒരു ടോഡ്ലറിനെ നമ്മൾ മുറി നിർത്തി കഴിഞ്ഞാൽ പിടിച്ചെണീറ്റ് നടക്കാൻ പ്രായമുള്ളൂ. ആ കുട്ടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നടന്ന് എന്തൊക്കെയോ ഈ അവസ്ഥ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്താ ശരി എക്സാക്ട്ലി എന്താ ഇവർ എടുക്കണേ, ഇത് എത്ര പ്രാവശ്യം എടുത്തു, ഇതല്ലേ കുറച്ചും. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അത് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വർഷം കഴിഞ്ഞപ്പം, പ്രത്യേകിച്ച് 2011 ശേഷം 21 ശേഷം വേണു സാറ് August 11 വേണു സാറ് പോയപ്പോൾ മുതൽ ആ സീക്വൻസിൻ്റെ ഒരു ഇമോഷൻ ലെവൽ മാറിപ്പോയി. അതിൽ പറയുന്നുണ്ട് നിങ്ങൾ 5 പേരും വേണം എന്നൊക്കെ പറഞ്ഞ ഒരു ബ്ലെസ്സിങ് ആയി അത് മാറി. ഇന്ന് ഞങ്ങൾ 5 പേര് സുഹൃത്തുക്കളാണ്, വർക്ക് ചെയ്യുന്നു, കണ്ടംപററീസുമാണ്. ശ്രാവൺ മാത്രമേ ഉള്ളൂ വിദേശത്ത്. ഹരിയാണേലും ഭഗത്താണേലും നിവിനാണേലും ഞാനാണേലും സിനിമയിൽ ജോലിയുണ്ട്. അത് ഭയങ്കര ഒരു ഇമോഷണലി എലിവേറ്റഡായി മാറി ആ സീൻ. അതുവരെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സീൻ. എസ്പെഷ്യലി എനിക്ക് ഏറ്റവും അതിന് മുന്നേ ഹൈ വന്നുകൊണ്ടിരുന്ന പോയിന്റ് ലാസ്റ്റ് കാട, വിനീത് ശ്രീനിവാസൻ ആൻഡ് ഫ്രണ്ട്സ്. ആദ്യമായിട്ട് മലയാള സിനിമയിൽ വിനീത് ഡയറക്ടർ ആൻഡ് ഫ്രണ്ട്സ് എന്ന് ടൈറ്റിൽ കാർഡ് വരുന്നത്. അതിന് മുന്നേ പിന്നെ വന്നിട്ടുണ്ടാവാം. അതിന് മുന്നേ ആൻഡ് ഫ്രണ്ട്സ് എന്ന് വന്നിട്ടില്ല ഡയറക്ടർ ടൈറ്റിൽ കാർഡിൽ. ഭയങ്കര മൂവായിരുന്നു. അതായിരുന്നു അതിന് മുന്നേ ഉള്ള ഇമോഷൻ. ഇപ്പം ഇറ്റ് ഈസ് മോർ ഓഫ് വേണു സാറിൻ്റെ ബ്ലെസ്സിങ്. ഇനി ചോദിക്കാനുള്ളത് ഈ അടുത്ത് വന്ന ഒരു പോർഷനാണ്. ഈ പപ്പേട്ടൻ ലവ് ആൻഡ് കൺസ്ട്രക്ഷനിൽ ആൻസലീമിൻ്റെ ക്യാരക്ടറിനോട് വർത്താനം പറയുന്നു. ബസ് പോയല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ വണ്ടി ഉണ്ടല്ലോ നിങ്ങളെന്നെ ആക്കിത്തരാൻ പറയുന്നു. പപ്പൻ അങ്ങ്, അതായത് പപ്പൻ്റെ ടഫ്നെസ് കുറയുന്നുണ്ട്, ഇവരെയും കൊണ്ട് പോകണം. എന്നാൽ അത് ഭയങ്കര ഒരു ട്രെയിൻഡ് ആക്ടർ പെർഫോം ചെയ്ത പോലെ ഉണ്ടായിരുന്നു. അതിൽ നിങ്ങളെടുക്കുന്ന കുഞ്ഞു കുഞ്ഞു ആൻസേഴ്സുകളാവട്ടെ, നിങ്ങളുടെ ഈ കൺഫ്യൂഷൻ ഡെലിവർ ചെയ്യുന്നത്, എന്നയാൾ ഹാപ്പിയാണ്, ഓക്കെ കൊണ്ടാക്കാമല്ലോ. ഈ എല്ലാ തരത്തിലും ഇയാൾ എന്താണോ, ഇയാളുടെ ഉള്ളിൽ നടക്കുന്ന സംഘർഷങ്ങൾ എന്താണോ അതെല്ലാം ഭയങ്കര രസമായിട്ട് നിങ്ങൾ ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സീക്വൻസിന് എങ്ങനെ ഓർത്തെടുക്കുന്നത്? നല്ല ബ്രീഫിംഗ് ആണ് വിഷ്ണു. ഒന്നാമത് അവൻ്റെ കൂടെ അഭിനയിച്ച ഫ്രണ്ടാണ് നമ്മൾ പകിടയൊക്കെ. അതെ, അപ്പം അങ്ങനെ ഒരു ഈസിനെസ് ഉണ്ട് അവനോട്. അപ്പം ഇത് പെട്ടെന്ന് എടുക്കാം, മഴ എന്ന് പറയുന്നത്. അപ്പം വേറൊന്നുമില്ല. അപ്പം അവൻ കൃത്യമായിട്ട്, ഞാൻ ഈ സിനിമകളിൽ നിന്ന് റെഫറൻസ് എടുക്കാറുണ്ട്, മലയാളം, തമിഴ്, പഴയ സിനിമകൾ. ലെറ്റ് ഇറ്റ് ബി ആൻ ആക്ടർ ഓർ ആക്ട്രസ്. അപ്പം അവൻ ചിലത് പറയും ഇങ്ങനെ വന്നിട്ട്, ആ പടത്തിൽ മറ്റേതുപോലെ ആണെങ്കിൽ എളുപ്പമല്ലേ. അപ്പം ചിലത് ഞാൻ അങ്ങോട്ടുണ്ട്, ഇത് നമുക്ക് അത് കറക്റ്റായിരിക്കും. അപ്പം ഈ എടുക്കുക എന്ന് പറയുന്നത് അതിൻ്റെ
അപ്പം അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല. ഒരാൾ ചെയ്ത പോലെ വേറെ ആൾക്ക് അഭിനയിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എളുപ്പമായല്ലോ, ക്ലോൺസ് ആയല്ലോ. പക്ഷെ ഒരു എസെൻസ് നമുക്ക് ഇൻസ്പയർ ചെയ്യും. നമ്മൾ സ്റ്റക്ക് ആവുമല്ലോ, ഇവിടെ എന്താണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത്. അപ്പം അതിന് അങ്ങനത്തെ ഏതോ ഒരു സീൻ, ഏതോ ഒരു സിറ്റുവേഷനോ എന്തോ പാട്ടോ പറഞ്ഞിരുന്നു ലാൽ സാറിൻ്റെ. അപ്പം അതൊന്ന് കണ്ടില്ല, പക്ഷെ നമുക്കറിയാലോ ഇതൊക്കെ, നമുക്ക് കണ്ട് ഏതാണെന്ന് ഓർക്കുന്നില്ല. എന്നിട്ട് പാട്ടിട്ട് തന്നു. വൈശാഖ സന്ധ്യ അല്ലല്ല, പാട്ടിട്ട് നമ്മുടെ ഈ ലവ് ആൻഡ് കൺസ്ട്രക്ഷനിലെ സോങ് പ്ലേ ചെയ്തു. ഈ കൗണ്ടർ നിൽക്കുന്ന ആൾ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ള പല മൊമെൻറ്റ്സ് നമ്മൾ അത് കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് അത് മൂവി അത് ഫീൽ ചെയ്യുന്നത് വേണു സാറിൻ്റെ കൂടെ മലർവാടി ചെയ്തപ്പോഴാണ്. അതായത് ചില നമ്മൾ ഡയലോഗ് പറയാൻ ഇപ്പം നമ്മൾ നിൽക്കുക, അപ്പം നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ റാൽഫ് ഒരു ഡയലോഗ് പറഞ്ഞ് ഞാനൊരു ഡയലോഗ് പറയുന്നു, എൻ്റെ ഇന്ന് ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നു. വേണു സാർ നമ്മൾ ആദ്യമായിട്ടാണ് അദ്ദേഹം ചോദിച്ച ചോദ്യത്തിനോടൊപ്പം തന്നെ ഒരു മാഗ്നറ്റിക് പുള്ളും കൂടെ വന്നു. അതായത് അവൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഉത്തരം പറഞ്ഞു പോകും. പുള്ളിങ് യു ഇൻ ടു ദ സീൻ. അപ്പം ഞാൻ അന്ന് വരെ അത് ഫീൽ ആദ്യമായിട്ടാണല്ലോ, അതെന്ത് പരിപാടി. അതായത് പുള്ളി ചോദിച്ചപ്പോൾ എനിക്ക് ശരിക്കും അതേ അത് അത്രയും നന്നായി അത് ചോദിച്ചോണ്ടാ. അപ്പം ആ സെയിം പിന്നെ പല ആക്ടേഴ്സിൽ നിന്ന് നമുക്കത് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അവരൊക്കെ ആ ലെവലിലുള്ള ആക്ടേഴ്സ് ആവുന്നത്. ഇപ്പോൾ ആനിലാണെങ്കിലും ആ ഗിവിങ്, നമുക്ക് എന്തെങ്കിലും നമ്മൾ റിയാക്ട് ചെയ്താലോ ആ ആൻ്റെ ഒരു ബൗൺസിങ് ഉണ്ട്. ആ റിഫ്ലക്ഷൻസ് ആണ് ഫുൾ വന്നത്. അവിടെ നിന്നുള്ളതിൻ്റെ റിഫ്ലക്ഷനാണ് പിന്നെ വന്നതൊക്കെ. ഇതായിരുന്നു പ്രീ. വിഷ്ണു പറഞ്ഞു ഇങ്ങനെ, പക്ഷെ അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഈസി ആയിട്ട് ഒരാൾ ചെയ്ത കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല, എസ്പെഷ്യലി സാറിനെ പോലെ ഒരാൾ. പക്ഷെ ആനിൻ്റെ ബാലൻസിങ് ആക്ട് തിരിച്ചു ആനിനും അത് ഹെൽപ്പ് ചെയ്യുമായിരിക്കും. ആൻ്റെ കൗണ്ടർ വെക്കുമ്പം ആൻ തരുന്ന സാധനത്തിൽ നിന്ന് എവിടുന്ന് പോകുമ്പം ചിലപ്പം ഒരു കെമിസ്ട്രി വന്നു അവിടെ. ഭയങ്കര നല്ല സീക്വൻസ് ആയിരുന്നു. ഞാനന്ന് കണ്ടിട്ട് വിളിച്ച് പറഞ്ഞു ഭയങ്കര അടിപൊളി, നല്ല ഓദർ സപ്പോർട്ടുള്ള റോളാണ്. അത് ഇമ്പോർട്ടൻ്റ്. അയാളെ കൊണ്ട് പ്ലേസ് ചെയ്യുക എന്ന് റൈറ്റർ തീരുമാനിച്ച സ്ഥലത്ത് ഒരു ഭാരോ ഒരവസ്ഥയില്ലാതെ അയാൾ പ്ലേസ്ഡ് ആയ അയാൾക്കും തോന്നില്ല. ഇവിടെ ഇപ്പോൾ എനിക്കൊരു കുറ്റബോധമുണ്ട്, ഞാൻ ഈ പിടിച്ചു നിർത്തിയ 2 മിനിറ്റ് ഉണ്ടല്ലോ പ്രപ്പോസ് ചെയ്യാൻ, ബസ് പോയി. എൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണല്ലോ. മുഹമ്മദിൻ്റെ ബ്രീഫിങ് KCF ഒറ്റ ബ്രീഫിങ്, ഇയാളൊരു മാഷാട്ടോ. ഇപ്പോൾ യൂണിഫോം ഇട്ട് വന്നാലും അയ്യോ മാഷാണോ, അത് മതി. മറ്റേ ഭരചന്ദ്രനാവണ്ട, കില്ല് ചെയ്ത് കളഞ്ഞല്ലോ ഒറ്റ ലൈനിൽ. ബ്രീഫിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഇപ്പം എന്നെ ബ്രീഫ് ചെയ്യുന്നവരായിരിക്കില്ല ആനെ ബ്രീഫ് ചെയ്ത്, അല്ലെങ്കിൽ നീരജിനെ ബ്രീഫ് ചെയ്ത്. പക്ഷെ ഇവരൊക്കെ ബ്രില്യൻ്റ് ആയിട്ട് ഈ 3 വ്യക്തികളും, അഹമ്മദ്, വിനീഷ്, വിഷ്ണു. ഈ അടുത്ത ചോദിക്കാനുള്ള സീക്വൻസ് തട്ടത്തിമറയത്തിൽ നിങ്ങൾ അവിടെ വരി നിൽക്കുമല്ലോ, പോയി കാണാൻ കൊള്ളാന്ന് അത് അന്നൊക്കെ നമ്മൾ പറഞ്ഞ ഡയലോഗാ. കോളേജ് നമ്മൾ മദ്രാസിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ബീച്ചിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ നവീൻ, നമ്മുടെ ജിബു, ആൻറ്റോ, എല്ലാ ഫാസിൽ, ജാഷർ, ലിജു, പക്ഷെ എല്ലാവരും അഭിഷേകൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ബസ്നാറോ അല്ലെങ്കിൽ ബസ്നാർ പോകുമ്പം എല്ലാ സുന്ദരി കുട്ടികളുടെ കൂടെയും ഒരു ചെക്കനുണ്ടാവും. വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല കാണാൻ. നമ്മൾ കാഷ്വലി പറഞ്ഞിട്ടുണ്ട് ഇത് എല്ലാം കാണാൻ കൊള്ളാന്ന്. പെമ്പിളുണ്ട് ഒരു കാമുകനൊന്നുമല്ല, കാണാൻ കൊള്ളാന്നൊരു കിഴങ്ങുണ്ടാവില്ല പറഞ്ഞിട്ടുണ്ട്. അത് റിയൽ ലൈഫിലും പറയേണ്ടി. അതെ, എൻ്റെ വിവാഹ ഫോട്ടോ വന്നപ്പം ഇത് ഞാൻ ഫേസ് ചെയ്തു. അഗസ്റ്റീനെ ഞാൻ വിവാഹിതരാകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതേ കമൻ്റ് അന്ന് എനിക്ക് വന്നു. അല്ലേലും കാണാൻ കൊള്ളാന്ന് തനി ഊളകളായിരിക്കും. ആ സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകൾ, ഇത്രയും ആളുകൾ അവിടെ ഉണ്ടല്ലോ. ഈവൻ നിങ്ങളുടെ ഒരു മിഡ് വൈഡാ പോകുന്നത്, സ്റ്റിൽ ബാക്ക് ഡ്രോപ്പ് ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ട്, ആളുകൾ പാസിങ് ഷോട്ട് ഉണ്ട്. ഇതിന് ഈ മറ്റേ വിനോദ് തട്ടുമ്പോൾ തന്നെ ഞെട്ടിക്കൊണ്ട് തിരിയുന്നത്, പാമ്പിനെ അതൊക്കെ ചെയ്യുന്ന സമയത്ത് ക്ലൂലെസ് ആട്ടോ. ഇപ്പോൾ തട്ടം ഞാൻ വിനീതിനോട് കഴിഞ്ഞ ആഴ്ചയും കൂടെ പറഞ്ഞു, എനിക്കിന്നും ക്വസ്റ്റ്യൻ വൺസ് മോറിന്റെ ഹ്യൂമർ മനസ്സിലായിട്ടില്ല. ക്ലാസ്സിൽ അത് റോണിഷ് ആയ അവൻ്റെ ക്ലാസ്മേറ്റ് അവൻ്റെ ക്ലാസ് ചെയ്ത. പക്ഷെ എന്താ അറിയോ, അന്ന് എൻ്റെ ചിന്താരീതി അതിലും
പ്രായം കൂടിയതായതുകൊണ്ട് 25 വയസ്സല്ലേ. അന്ന് ഞാൻ വിനീതിനോട് പറഞ്ഞു, ഏടാ ഇതൊക്കെ അങ്ങനെയല്ല, അങ്ങനെ ഞാൻ ഒരിക്കലും ഈസിലി പോയി ഒഫെൻസീവായി ചോദിക്കില്ല. ഇതിൽ കോമഡി ഉണ്ടോ, നമുക്ക് വേണോ? മറ്റേ നല്ല കോമഡിയാണ്. ഇപ്പം ഈ ചിഞ്ചു മഞ്ജു കിടന്നുറങ്ങുന്ന ഡെഫിനറ്റ്ലി അതൊക്കെ ഭയങ്കര രസമാണ്. ഇതിലുണ്ടോ, പക്ഷേ എന്ത് ചിരിച്ചു. അപ്പം ഞാൻ തിയേറ്ററിൽ ഇതിലിപ്പോൾ എന്തെത്ര ചിരിച്ചേ. പറന്ത് പോലും അതേപോലെ ഉണ്ട്. ലാസ്റ്റ് ഞാൻ വന്നിട്ട് നിങ്ങൾ ഇരുന്നിട്ട് മതി വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചു. ഞാൻ റാം സാറിനോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നമുക്കത് ചിലപ്പം ഉള്ളിൽ ഇപ്പോൾ ലഡു അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുന്ന ആൾക്ക് അത് അത്ര ആസ്വദിക്കാൻ പറ്റില്ല. നമ്മളെ വി ആർ ഇൻ ടു ദി പ്രോസസ്സിലാവുന്നു. ഈ സിനിമ കണ്ടുവരുമ്പോഴാണല്ലോ അതെ കഥാപാത്രത്തേക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സെഗ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ അതൊരു ഉച്ച കഴിഞ്ഞുള്ള സീനാണ്. ഞാൻ ചോദിച്ചത് ഊണ് കഴിഞ്ഞിട്ടുള്ള സീനാണ്. നല്ല ചൂടുണ്ട്. പക്ഷെ അപ്പോഴത്തേക്ക് ഈസിയാണ്. എന്താ പറയുക, കലോത്സവം ഷൂട്ടാണ്. എൻ്റെ സന്തോഷം എനിക്കിത് കഴിഞ്ഞാൽ പിന്നെ നിവിനാ കൂടുതലും പയ്യന്നൂർ വരാന്തയൊക്കെ പിടിച്ച് അവരെ കൊണ്ടുപോയിക്കോളും. തീർത്ത് വിട്ട് കഴിഞ്ഞാൽ അതന്നും ഇതുള്ളതുകൊണ്ടാ സെൻസറിന് വേണ്ടി അത് മ്യൂട്ട് ചെയ്തത്. അത് ആക്ച്വലി അൺമ്യൂട്ട് ചെയ്യായിരുന്നു. അതെ, ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ധീരൻ ഇറങ്ങുന്ന സമയത്ത് ധീരനിലെ ആ വാക്ക് ട്രെയിലറിൽ നമ്മൾ കേട്ട വാക്ക് സിനിമയിൽ മ്യൂട്ടാണ്. ഓ ആണോ? യെസ്. ഈ ജാനകി എല്ലാ തരത്തിലും അതെ അത് പിടിച്ചോ. പക്ഷെ ഞാൻ പിന്നെയും മറ്റേനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ചില സെൻസറുകൾ കുഞ്ഞുങ്ങളിലെത്താൻ പാടില്ലാത്ത കാര്യങ്ങളെത്തിട്ട് നായിൻ്റെ മോനെ എന്നൊക്കെ ഉള്ളത് അതൊക്കെ വട്ടത്തിൽ കിടന്ന് അതിൻ്റെ പുറകെ കിടന്ന് ഈ തട്ടത്തിമാറായി എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ അതിൻ്റെ ആനിവേഴ്സറി ആഘോഷിച്ചുള്ള എല്ലാവരും തട്ടത്തിമറയത്ത് ശരിക്കും അന്നൊരു സെൻസേഷണൽ ഹിറ്റാണ്. ശ്രീനിവാസൻ എന്ന് പറയുന്ന ഈ കോംബോ ആ 3 പേരുടെ ഒരു എന്താ പറയുക, നിവിൻ അന്നത്തെ റൈറ്റ് മ്യൂസിക്കിൽ റൈറ്റ് സംഭാഷണങ്ങൾ പ്രണയത്തിൻ്റെ പറഞ്ഞ് ഇഷ തൽവാറിനെ പോലത്തെ ഒരാളെ കിട്ടിക്കഴിയുമ്പോൾ അതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി പോയി പുള്ളി. മിഡിൽ ക്ലാസ് ബോയ്സിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. അത് പോവില്ല. കാര്യം നമ്മളുടെ ഭൂരിഭാഗം നമ്മളുടെ നാട്ടിൽ മിഡിൽ ക്ലാസ് അല്ലേ. നമുക്കെന്നും ആഗ്രഹം അങ്ങനത്തെ നമ്മളെന്നും ഇപ്പം പപ്പനതാ പപ്പൻ ഒന്ന് തീർന്നു പോകുന്ന കുറേ പേരുടെ റെപ്രസെൻറ്റേഷൻ. ഇതല്ല, ഇതെല്ലാ കാലത്തും ഇവിടെ ജനിക്കുന്ന ഒരു വീട്ടിലെ ഒരാണ് ഒരു പ്രായം എത്തുമ്പം ആ തട്ടത്തിലെ നിവിൻ പോളിയാണ്. സത്യം. അയാളുടെ സ്വപ്നങ്ങൾ വിനീത് കൃത്യമായിട്ട് അറിയാം. അയാൾ ജീവിച്ച അയാളുടെ ജീവിതം എക്സ്പീരിയൻസും കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ. അതിൽ നിന്ന് റൈറ്റ് ആയിട്ട് അവിടെ എനിക്ക് പേഴ്സണലി ഇപ്പം അതിലെനിക്ക് എക്സെപ്ഷനലി ബെറ്ററായിട്ട് ബെറ്ററിനേക്കാളും വേറൊരു പെർസ്പെക്റ്റീവ് കാണിച്ചത് ABCD. അതിൽ ദുൽഖർ നോക്കുമ്പം ഗ്രഗ് നോക്കുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ ആലോചിച്ച് ഇവൻ ഐഷ് നോക്കുമ്പോൾ പിന്നെ അബ്ദുൽ കൂടെ. അപ്പം അത് പക്ഷെ ബാക്കി സോങ്സ് അനുരാഗത്തിൻ മേളയിൽ എന്നും എൻ്റെ പ്ലേലിസ്റ്റിൽ നമ്മുടെ പാട്ടുകൾ വെക്കുന്നത് വളരെ കുറവായിരിക്കും. നമ്മൾ ഭാഗമായ പാട്ടുകൾ അതല്ല. പക്ഷെ അനുരാഗത്തിൻ മേളയിൽ ഇസ് ഫോർ എവർ എൻ്റെ ഫേവറേറ്റ്. അത് എനിക്ക് ഇന്ന് പലരും ക്രിഞ്ചാണ് ഇതാന്ന് പറഞ്ഞാൽ പോലും ഇത്ര സെലിബ്രേറ്റ്. ഞാനിത് ചോദിച്ചു ഈ കഴിഞ്ഞ ദിവസം, ഞാൻ എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, എടാ ഇതെല്ലാം ഇപ്പം ക്രിഞ്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ ട്രോൾ ഇപ്പം കണ്ടേ, എന്നിട്ട് എന്ത് പതിവില്ലാത്ത സെലിബ്രേഷൻ. അപ്പോൾ എനിക്കൊന്ന് ഒരു ഏജ് കാറ്റഗറി തലമുറ ആ ഇതിലോട്ട് എത്തി. ഇപ്പം ഒരു സൈക്കിളല്ലേ, വീണ്ടും ഒരു 17 കഴിഞ്ഞവര് മിസ്സായത് ആലോചിച്ചിട്ട് അതിന്റെ ഉണ്ട്. പിന്നെ ഇതൊന്നും അല്ല ജീവിതം എന്ന് മനസ്സിലാക്കുന്നവർക്ക് അത് ക്രിഞ്ച്, അല്ലെങ്കിൽ ഇതൊന്നും അല്ലാതെ മനസ്സിലാക്കുന്ന ഒരു സെക്ഷൻ ഇത് ക്രിഞ്ചായിട്ട് നിൽക്കും. പക്ഷെ ഈ ഒരു പോർഷനിൽ ഇതെന്നും പിന്നെ താണ്ടി ബ്യൂട്ടിഫുൾ അല്ലേ. 60 വയസ്സായി കഴിയുമ്പോൾ ചിലപ്പോൾ പിന്നെ താണ്ടി എടുത്തോണ്ട് വിടാന്ന് പറയും. അത് ചിലപ്പോൾ കാര്യം. പക്ഷേ അത് ആസ്വദിച്ച ഒരാൾക്ക് ഈ ഇതെല്ലാം പറയുമ്പോഴേ സിനിമ കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റിഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു ഭക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സിനോടായിരിക്കാം, അല്ലെങ്കിൽ ചുമ്മാ ചില്ല ഔട്ട് ചെയ്യുന്ന എന്തെങ്കിലും സ്പോട്ടുകൾ പോകാനൊരു ആഗ്രഹമായിരിക്കാം. എന്താ ശരിക്കും സിനിമയ്ക്ക് അപ്പുറത്തേക്കുള്ളൊരു ഇഷ്ടം എന്താ ശരിക്കും? ഭയങ്കര ബോറിങ് ഒരു വ്യക്തിയാണ്. ഈ അടുത്ത് റിപ്പീറ്റ് ചെയ്ത വാക്കാ. വെറുതെ ഇരിക്കാൻ ഇഷ്ടമാണ്. ഭക്ഷണം ഇഷ്ടമാണ് അതിൻ്റെ കൂടെ. ഇപ്പോൾ കുട്ടികൾ വലുതായതിന് ശേഷം
അവരോട് ഇരിക്കാൻ രസമുണ്ട്. ഒരു ഉത്തരങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പം അവരുടെ ലോജിക്കിൽ നിന്ന്. അപ്പോൾ പല ആംഗിളുകൾ നമുക്ക് തുറന്ന് കിട്ടുന്നു. ലേണിംഗ് ഉണ്ട്. എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടേ, അതിലൊരു ട്രാൻസാക്ഷൻ വേണം. ഞാൻ പറഞ്ഞാൽ അത് നമ്മൾ ഇഷ്ടമാണ് ശരി, പക്ഷെ അതിൻ്റെ ഉപരി നമുക്ക് ടൈം പാസ് വേണ്ടേ. അതിനെപ്പോഴും ഒരു ഇപ്പോൾ റാൽഫ് എന്തെങ്കിലും പറയുമ്പോഴോ എനിക്ക് എന്തെങ്കിലും ഒരു ലേണിംഗ് എവിടെയെങ്കിലും, എല്ലാത്തിനും അല്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ പതുക്കെ ലാഗ് അടിക്കുമല്ലോ ബേസിക്കലി. ഇപ്പോൾ കുട്ടികൾ വലുതായപ്പം അതൊരു രസകരമായ ഒരു ആംബിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ അതിന് ടൈം കണ്ടെത്താറുണ്ട്. അതിനു മുന്നേ ഞാൻ അത്ര നല്ലൊരു അപ്പനൊന്നുമാണ് ഞാൻ ഇപ്പോഴും അല്ലാത്ത. അപ്പം പിന്നെ ഞാൻ പറഞ്ഞ ഫുഡ് പക്ഷെ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ എന്നോ ഞാൻ തന്നെ എനിക്ക് ഉണ്ടാക്കി എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ഒരുപാട് ഡിഷസ് എന്നെ മടുപ്പിക്കും. എനിക്ക് ഒരു ഡിഷ് ഒരു ഒരു പെയർ മതി. ഒരുപാട് വന്ന കോൺസെൻട്രേറ്റ് ചെയ്യാൻ എനിക്ക് ഇന്നിപ്പം ഫോർ എക്സാമ്പിൾ ചപ്പാത്തിയും ബീഫും. ദേവി ഇത് നിങ്ങൾ ചിക്കൻ വെക്കല്ലേ, ഞാൻ ബീഫിൻ്റെ കൂടെ ആസ്വദിച്ചോളാം അത്. അപ്പം അങ്ങനത്തെ ഒരു പിടിവാശി അൺവാണ്ടഡ് ഉണ്ട്. ഉറങ്ങാൻ ഇഷ്ടമാണ്. നൈറ്റ് ഇഷ്ടമാണ്. പ്രാക്ടിക്കലി നമുക്ക് രാവിലെ എണീറ്റ് പോകേണ്ടതുകൊണ്ട് ഒരു പരിധിക്കുള്ളിൽ പറ്റില്ല. ടയർഡാവും ഷൂട്ടുള്ളപ്പോൾ. അത് പിന്നെ നൈറ്റ് ഷൂട്ടുള്ളപ്പോൾ രസം. ഞാൻ എന്നെ കമ്പയർ ചെയ്യുന്ന ഈ മറ്റേ മൈദമാവ് പോലെ എവിടെയെങ്കിലും കൊണ്ടിരുത്തിയാൽ അവിടെ അങ്ങനത്തെ ഒരു ആളായി മാറി. പക്ഷെ ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു 25 വരെ. സിനിമ വന്നു കഴിഞ്ഞാൽ മടിയനായെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നമ്മുടെ ജോലി ഇതല്ലേ ഉള്ളൂ. മൊബൈൽ ഫോൺസ് നമ്മൾ അഡിക്റ്റഡ് ആക്കും. എൻ്റെ വിക്ടിമാണ് ഞാൻ. TV അഡിക്ഷൻ ആക്കുന്നതിന് മുന്നേ പോയി. നമുക്കന്ന് ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ സ്കൂൾ ഉണ്ടായിരുന്നു. പിന്നെ കോളേജ് ആയപ്പോൾ TV കട്ടായി. ആരും TVനെ കാണാൻ വീട്ടിൽ നിന്ന് മാറി TV ഒന്നും ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നു മൊബൈൽ ഫോൺസിൻ്റെ ഒരു അഡിക്ഷൻ എന്നെ ബാധിച്ചിട്ടുള്ള ആളാണ്. ഈ സോഷ്യൽ മീഡിയ ആണോ? സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം താല്പര്യം ഇല്ല. റീൽസ് അല്ല. റീൽസ് എന്ന് പറഞ്ഞാൽ മറ്റേ ഫേസ്ബുക്ക് എനിക്ക് താല്പര്യം. റിട്ടേൺ ഉണ്ട്, വായിക്കാൻ രസമുണ്ട്. അതിൽ മോർ ഇൻ ടു സിനിമ തന്നെ ആയിരിക്കും. കറക്റ്റ്. പക്ഷേ അതിൽ ഇൻസ്റ്റാഗ്രാമിൽ എഴുത്തില്ല, പോസ്റ്റിംഗ് മാത്രമേ, ഫോട്ടോ വീഡിയോ കോണ്ടന്റ്സ് ആണ്. വീഡിയോ കോണ്ടന്റ്സ് നമുക്ക് അത്യാവശ്യം ഫേസ്ബുക്കിലും യൂട്യൂബ് ഷോർട്സിലും ഉണ്ട്. എഴുത്തുകൾ ഒരുപാട് എന്താ പറയുക, റിവ്യൂസ് അല്ലെങ്കിൽ എന്താ റിവ്യൂ അല്ല, നമ്മൾ പറയില്ലേ ചിലർ ഇന്ന സിനിമ ഞാൻ വീണ്ടും കണ്ടു, അങ്ങനെ ഭയങ്കര രസകരമായതൊക്കെ വായിക്കാറുണ്ട്. ഒരാൾ സജഷൻസ് ഒക്കെ വരുന്ന. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് ഇവർക്ക് എന്താ താല്പര്യം, ഇങ്ങനെ ചെയ്താൽ അതിന് ലേണിംഗ് കിട്ടാറുണ്ട്. അതിൽ തമാശകളും വായിച്ചിട്ടുണ്ട്. രാവണപ്രഭുവാണ് ലാൽ സാറിൻ്റെ ഏറ്റവും മികച്ച, അതായത് പുള്ളിയുടെ ഏറ്റവും പെർഫോമൻസ് ഓറിയന്റഡ് ഫിലിം എന്ന്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ചിലപ്പോൾ ഒരു 98-99 ബോണായിരിക്കും. പുള്ളി ഒരു സദയമിലോട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തേതും കാണും. പക്ഷെ നമ്മൾ എന്തെടുക്കണ്ട ടൈം അതിലാണ് പിന്നെയും പോകുന്നു. പിന്നെ യൂട്യൂബ് ഇൻ്റർവ്യൂസ് കാണും. ഫേസ്ബുക്ക് നമ്മുടെ എല്ലാവരും എടുക്കുന്ന ഇൻ്റർവ്യൂസ് കാണും. ധ്യാനും കാണും, ഞാനും കാണും. എനിക്കിഷ്ടമാണ്. കാര്യം എല്ലാവർക്കും പറയാനൊരു സ്റ്റോറി ഉണ്ടാവും അല്ലേ? ആ സ്റ്റോറി എനിക്കൊന്ന് ഇൻ്റർവ്യൂസ് വർക്കാവുന്ന തന്നെ സ്റ്റോറി ടെല്ലിങ്ങിലാണ്. ആളുകൾ കേൾക്കാൻ കഴിയുന്നു. ഇപ്പം നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ പോലും നിങ്ങളത് ഡെലിവർ ചെയ്യുന്ന ചിലപ്പോൾ ഒരു കഥയായിരിക്കാം, ഇൻസിഡൻ്റ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടൊരു വിഷ്വലായി അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് പറയുമ്പോൾ അവിടെ നമ്മളുടെ എല്ലാ പ്രായക്കാരുള്ള ക്യൂരിയസ് കിഡ് ഉണരും. എന്താണ് അത് കേൾക്കാൻ. ബേസിക്കലി മറ്റുള്ളവരുടെ കാര്യം അറിയാൻ ഇഷ്ടമാണ്. ഞാനൊന്ന് റൊമാൻറ്റിസൈസ് ആണല്ലോ. അതെ. പിന്നെ ഉറക്കം ട്രാവലറല്ല, സിനിമ കാണല്ലേ. ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ പോയി ഇടിച്ച് കാണൽ ഇല്ല.
ഈ പറഞ്ഞ പോലെ ചില സിനിമകളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ ഫാൻഷിപ്പ്. ലാൽ സാറിൻ്റെ സിനിമ അതും നമുക്ക് അങ്ങനെ ഇപ്പം അല്ലെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കും, മിസ്സായാലും OTT കാണും. പക്ഷെ ഇന്ന ദിവസത്തിനുള്ളിൽ കണ്ട് റിവ്യൂ ആ പരിപാടിയൊന്നുമില്ല. നമുക്ക് ഒറ്റയ്ക്ക് കാണാൻ ഇഷ്ടം. സ്റ്റാർ റേറ്റിംഗ് ഉണ്ടോ? റേറ്റിംഗ് ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, അത് ചോദിച്ചാലേ പറയുള്ളൂ അത്. പക്ഷെ ഞാൻ കുറേം കൂടി അവരെന്തോ വെച്ചേക്കുന്നത് അത് സ്വീകരിക്കാനിരിക്കുന്ന ആളാണ്. ഇപ്പോൾ എൻ്റെ വൈഫ് എന്ന് പറയുന്നത് പുള്ളിക്കാരി പ്രെഡിക്റ്റ് ചെയ്യും ഇത് ഇയാളായിരിക്കും. ഞാൻ അതിനൊന്നും നിൽക്കില്ല. നിങ്ങളെന്താണോ വിളമ്പി വെച്ചേക്കുന്നത് അതാദ്യം ഞാൻ കഴിക്കട്ടെ, കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലോ എന്നുള്ള അവസാനത്തെ ഒരു ചോദിച്ചാൽ പക്ഷേ ഭൂരിഭാഗം ഇപ്പം നമുക്ക് ഈ റിവ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ടും നേരത്തെ അറിയാൻ പറ്റുമല്ലോ അപ്പം നമുക്കറിയാം ഇതൊരു നല്ല സിനിമയാന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പണ്ടും സിനിമ കാണുന്നത്. പിന്നെ പഴയ സിനിമകൾ കാണും, 80s 90s മലയാളം തമിഴ്, അത് ഇടയ്ക്കിടയ്ക്ക് റീയൂസ് ചെയ്യും. അത് പ്യുവർലി ഫോർ ആക്ടിങ് ക്ലാസ്സസ്. എനിക്ക് ഇതെല്ലാം പറയുമ്പോഴേ ഈ രക്ഷാധികാരി ബൈജു നല്ല സിനിമ, ആ സിനിമ ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ആ സിനിമ അന്നും അത് ശ്രദ്ധിക്കപ്പെട്ട സിനിമ തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ മലയാളി നൊസ്റ്റാൾജിയിൽ ഇത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തല്ലോ ആളുകൾ. ഇപ്പം എനിക്ക് തോന്നുന്നു ദിലീഷ് ചേട്ടൻ്റെ ഇന്റർവൽ പഞ്ച് അവിടെ അങ്ങ് നിനക്കല്ലാണ്ടടാ എനിക്ക് മറ്റേ അമേരിക്ക ഇതൊന്നും അല്ല എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും ഹുക്ഡാണ്. ഈ എന്താ ബൈജു പാട്ട് പാടുന്ന സമയത്തേക്ക് എല്ലാവരും ഒരു പുഷ്പം പാടുമ്പോഴത്തേക്കും എല്ലാവരും ഫ്രീസ്ഡ് ആണ്. അപ്പോൾ ചിലപ്പോൾ ഒന്നെങ്കിൽ ബൈജുവിൻ്റെ ഏജ് കാറ്റഗറി ഉള്ളത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കുട്ടികളുടെ ഏജ് കാറ്റഗറി ഉള്ളവർ പോലും ഇപ്പോൾ നമുക്ക് മിസ്സായിക്കൊണ്ടിരിക്കുന്നത് ഇതാണെന്നുള്ളൊരു റീകളക്ഷൻ പോയിന്റ് ഉണ്ട്. ശരിക്കും ഈ സിനിമ അന്ന് ഐഡിയ ഇല്ല എന്ന് പറഞ്ഞു, ഒരു ഐഡിയ ഇല്ല. പിന്നീട് ഇത് എവിടെ ഹിറ്റ് ചെയ്യുന്നത്? ശരിക്കും ഞാൻ രഞ്ജൻ പ്രമോദ് സാറിനോട് അത് ഞാൻ ഇൻവോൾവ് ആയി ചെയ്യാത്തതിൻ്റെ ഉണ്ടാക്കി ഞാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി ക്ഷമ പറഞ്ഞിട്ടുണ്ട്. ഡബിന് മുന്നേ സിംഗ് സൗണ്ടാ, പക്ഷെ ഡബ് പാച്ചസ് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഗംഭീര സിനിമയാണ്. അന്ന് എനിക്കത് കണക്ട് ആയിട്ടില്ല. നമ്മുടെ വിവരക്കേട്, അത്രയും വലിയൊരു റൈറ്റർ അദ്ദേഹം. പക്ഷെ അതെനിക്ക് തോന്നുന്നു സാഡ്ലി അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാതെ അതുകൊണ്ടല്ലോ. ഇപ്പോൾ അഹമ്മദ് ആണെങ്കിൽ ഇവരാണെങ്കിലും നമുക്ക് ഇത് ഭയങ്കര പ്രഷ്യസ് ആണെന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. അതിലും അതെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അത് പൂർണ്ണമായിട്ട് എത്തിക്കാൻ പറ്റിയില്ല. പക്ഷെ വി വർ ഗുഡ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു സാറേ, കാര്യം ഈ രക്ഷാധികാരി ടോപ്പിക്ക് ഞങ്ങൾ 2-3 ദിവസം മുന്നേ സംസാരിച്ച് ഞാൻ സാറിനെ കണ്ടു. അപ്പോൾ എനിക്ക് കള്ളം പറയേണ്ടി വന്നില്ല, ഞാൻ നിങ്ങളെക്കുറിച്ച് സംസാരിച്ചു എന്ന്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ രക്ഷാധികാരിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സംസാരിച്ചു ഇതേപോലെ തന്നെ. അതൊരു ഫൈനസ്റ്റ് സംഭവിച്ച് പോകുന്ന സിനിമകളിൽ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ വെള്ളിമൂങ്ങ അതേപോലെ സംഭവിച്ചു പോകണം. രക്ഷാധികാരി കുറേയും കൂടി ലൈഫ് നമുക്ക് ടച്ച് ചെയ്യാൻ കാര്യം. ഇന്ന് നമുക്ക് ആ സ്ഥലങ്ങളില്ല. നമുക്ക് ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, നമുക്കറിയാം, നമുക്ക് കളിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. ഇന്ന് സ്കൂളുകളിലുണ്ട്, അതേ ഉള്ളൂ. ഇന്ന് ഔട്ട്ഡോർ ഗെയിംസ് കുറഞ്ഞു തുടങ്ങിയതും അതിനെ ആൾക്കാർ അതുകൊണ്ടാണ് നിർബന്ധിച്ച് ഇതൊക്കെ എന്താ ടർഫും ഇതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ ഞാൻ കുട്ടികളിൽ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം അതാണ്, ഇൻഡോർ ഗെയിംസ് ഇല്ല. രാത്രി ഡെഫിനറ്റ്ലി ഓക്കെ, TV കുറവാണ്, മൊബൈൽ ഇല്ല, ഔട്ട്ഡോർ എന്താണോ ഒരു ഏജ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഞാൻ ഔട്ട്ഡോർ ഗെയിം താല്പര്യം ഉള്ള ആളല്ലായിരുന്നു. രാജഗിരി ബോർഡിങ്ങിൽ വെച്ചിട്ട് ഔട്ട്ഡോർ ഗെയിം ടൈമിൽ ഇൻഡോർ ഗെയിം ടേബിൾ ടെന്നീസ് ഞാൻ കളിക്കും. അതിന് പണിഷ്മെൻറ്റ് വാങ്ങുന്ന ആളായിരുന്നു. മടി കാരണം. മടിയല്ല, ബാസ്കറ്റ് ബോളിനുള്ള പൊക്കമില്ല. എന്നാലും ചില ദിവസം അവിടെ പോയി മിനി ബാസ്കറ്റ് ബോളുണ്ട്, അത് വെച്ച് കളിച്ചിട്ട് ഇത് എറിഞ്ഞ് അതിൻ്റെ മുകളിൽ എത്തിക്കാൻ പെടുന്ന പാട് എനിക്കറിയാം. ഇത് എത്തിച്ച് കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ രാജഗിരിക്ക് ഒരുപാട് ബാസ്കറ്റ് ബോൾ കോർട്ടുണ്ട്, 1 2 3. അതിലെല്ലാം കളിക്കാൻ സമ്മതിക്കില്ല, പോകും. അത് ചിലതൊക്കെ മെയിൻ മാച്ചസിനും സെയിൽസ് ട്രോഫിക്കൊക്കെ വെക്കുന്ന ഫസ്റ്റാണ്, പഴയതാണ് എപ്പോഴേ. അപ്പം നമ്മൾ അപ്പോൾ ഒരു കോർട്ടിൽ തന്നെ ഒരു 5-6 ബോളുകളുണ്ടാവും, 5-6 ടീംസ് കളിക്കുന്നുണ്ടാവും, 5 ബോളുണ്ടാവും. അപ്പം നമ്മൾ ഇട്ട് ബോൾ നോക്കുമ്പോഴേക്കും മറ്റവൻ്റെ ബോൾ വന്നിട്ട് അത് മറ്റേ സീനിയറുടെ പ്രോപ്പർ ബോളുമായിരിക്കും.
ചില സമയത്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത് വിരലിൽ വന്ന് വീഴും. ഓ മടങ്ങും. മടങ്ങിയിട്ട് ഇത് നീര് വരില്ലേ ഇല്ലേ? അപ്പം ഈ എല്ലാ വിരലും പോയിട്ടുണ്ട് എനിക്ക്. അതോടെ ഞാൻ എന്തിനാ വെറുതെ ഞാനിത് അതല്ലേ, എനിക്ക് ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ ക്രിക്കറ്റ് യെസ് പിന്നെയും, പക്ഷെ അവിടെ ഒരു പ്ലെയർ ഒന്നുമല്ല. എന്നെ എക്സൈറ്റ് ചെയ്ത് ഔട്ട്ഡോർ ഗെയിം ക്രിക്കറ്റ് വന്നു. ഈ ക്രിക്കറ്റ് ഗ്രൗണ്ടൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഉണ്ടാക്കി ഇമ്പാക്റ്റ്, അത് ഭയങ്കര സോഷ്യൽ ഇമ്പാക്റ്റ് ആണ്. എനിക്ക് ഇന്ന് വരെ 6 സ്കൂളുകളിൽ കേരളത്തിൽ ഈ മാറ്റം വന്നിട്ട് ലാസ്റ്റ് ബെഞ്ച് എന്നുള്ളത് തമിഴ്നാടിന്റെ ന്യൂസ് തമിഴ്നാട്ടിലും വന്നു. അത് കൺഫേംഡ് ആണ്. ഇത് കണ്ടിട്ടാണെന്നുള്ള കാര്യം കൺഫേം ആയിട്ടില്ല. എന്തോ റീസൺ അവർ മാറ്റോ എന്താ വെച്ചാൽ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ഞാൻ വിശ്വസിക്കുന്ന കാര്യം റാൽഫേ. ഞാൻ ഈ കുറച്ച് കാലമായിട്ട് ഈ ആർട്ട് ജെനുവിൻ എഴുത്തുകാരൻ അയാളുടെ മനസ്സിനെ തൊട്ട് ആത്മാർത്ഥമായിട്ടെന്ന് തന്നെ ഒറ്റ വാക്കേലുള്ളൂ. ഒരു കാര്യം അയാൾ ക്രിയേറ്റ് ചെയ്താണെങ്കിൽ എനർജി പോലെ അത് പോയില്ല. ഇറ്റ് ക്യാൻ നെവർ ബി ഡിസ്ട്രോയിഡ്. അത് എന്നെങ്കിലും ചിലപ്പം യുഗാന്തരങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നൊരു വലിയ സിനിമ ഗുണ ഇസ് എ ക്ലാസിക് അന്നേ. പക്ഷെ അന്നൊരു കൊമേഴ്ഷ്യൽ വിജയം, സക്സസ് അല്ലായിരുന്നു പടം. കൺമണി ഈസ് എ അന്ന് ലോകം മുഴുവൻ ഇഷ്ടപ്പെട്ട പാട്ടാണ് അന്നും. അന്നത്തെ ബ്ലോക്ക് ബസ്റ്റർ ചാർട്ട് ബസ്റ്റർ ഒക്കെ ആയിരിക്കും ഡെഫിനറ്റ്ലി കൺമണി. പക്ഷെ കാലകാലം കഴിഞ്ഞ് നമ്മളതിനെ എൻജോയ് ചെയ്തു. പക്ഷെ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷനിൽ കൺമണി എത്താൻ കാര്യം മഞ്ഞുമൽ ബോയ്സ് ഗുണയും റീവിസിറ്റ് ചെയ്തു. നോക്കി അപ്പുറത്തെ ഇൻഡസ്ട്രിയിലെ ഒരു ഇൻഡസ്ട്രി ഹിറ്റിലൂടെ മറ്റൊരു ഇൻഡസ്ട്രി ഫുൾ ഇന്ത്യയിലോട്ട് ഒരു ലെജൻഡറി വർക്കും. ബട്ട് അതിന് നമ്മൾ കേട്ടർ ചെയ്തെന്നുള്ളതല്ല പറയുന്നത്, പക്ഷെ എന്നാലും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്തൊരു വർക്കായിരിക്കും ചിലപ്പോൾ, എനിക്കറിയില്ല. അപ്പം ഞാൻ അതിൽ വിശ്വസിക്കുന്നു. സ്ഥാനാർത്ഥിക്ക് ഇന്ന് കിട്ടുന്നത്, ഞാൻ പലപ്പോഴും നമ്മുടെയൊക്കെ ഇൻ്റർവ്യൂവിൽ ഇവരെ കുറിച്ച് പറയാറുള്ളതല്ലേ, റിലീസിന് മുന്നേ ഇവരെന്നിൽ കൊണ്ടുവന്നൊക്കെ ഒരു ഇമ്പാക്റ്റ് ഹ്യൂജാണ്. അപ്പം അതാണ് എനിക്ക് ഏറ്റവും വലിയ ടേക്ക് അവേ ആ പടത്തിൽ നിന്ന്. പക്ഷെ അത് കഴിഞ്ഞ് അവരുടെ ഒരു ജെനുവിൻ വിഷൻ ഉണ്ടായിരുന്നു, അതിൽ ജെനുവിനിറ്റി ഉണ്ടായിരുന്നു. ഈ 2 പൊളിറ്റിക്സ് അവർ കുത്തിക്കയറ്റിയിട്ടില്ല. ഒന്ന് കാസ്റ്റിസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫേവറിറ്റിസം എന്ന് പറയുന്ന. ഞാൻ ഇന്ന് ഈ അഭിപ്രായം കണ്ട് വായിക്കുന്ന ഫേസ്ബുക്കിലെ എഴുത്തുകൾ ചിലതൊക്കെ ഭയങ്കര ഞെട്ടിക്കുന്ന എഴുത്തുകളുണ്ട്. അതിൽ ഒരു എഴുത്ത് തുടങ്ങിയത്, പേരോ ഇതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോഴാണ് ഞാനും ആദ്യം വിചാരിച്ചു ഇങ്ങനത്തെ സാറന്മാരൊക്കെ ഇത്ര ക്രൂരം വേണോ, കൂടിപ്പോകുന്നില്ലേ എന്ന് വെച്ചു. പക്ഷെ അതിൽ ഒരു വ്യക്തി എനിക്ക് അയച്ചൊരു എഴുത്തുണ്ട്. പ്രൊഫൈൽ എനിക്ക് തോന്നുന്നു ഒറിജിനൽ നെയിമല്ല. എന്നോട് ചോദിച്ചേക്കാണ്, ഞങ്ങളുടെ സാറായ ഇന്നൊരു സാറിനെ ജീവിതത്തിൽ നേരിട്ട് പരിചയമുണ്ടോ, അതോ അതിൽ നിന്ന് എടുത്തതാണോ? ചക്രവാണി. അതായത് ഇങ്ങനെ ഇതിലും ഭീകരമായി പെരുമാറിയിട്ടുണ്ടെന്ന്. അപ്പം അതൊരു ട്രോമയാണ്. പിന്നെ എല്ലാവർക്കും അവരുടെ സ്കൂൾ ലൈഫിൽ, എല്ലാവർക്കും ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല, സ്റ്റിൽ ഇപ്പം ഞാനടക്കമുള്ള ഒരുപാട് പേർക്ക് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു രീതിയിലൊരു ട്രോമ വരുന്ന കാലം അത്, മനസ്സിലായോ? അപ്പം അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട. ടീച്ചേഴ്സ് എന്നും നമുക്ക് തിരിച്ചായിരിക്കണം. നമുക്ക് ഇപ്പം ഏത് സബ്ജക്റ്റും ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്നത് ആ ടീച്ചറിനോടുള്ള ഇഷ്ടം. അല്ലാതെ ഒരിക്കലും ആദ്യം വന്ന് കെമിസ്ട്രി നമ്മൾ ഇഷ്ടപ്പെടുത്താൻ പാടില്ല. കെമിസ്ട്രി നമ്മളെ പഠിപ്പിച്ചിരുന്ന വ്യക്തിയോ മാത്സ് പഠിപ്പിച്ചിരുന്ന വ്യക്തിയോ നല്ല രസകരമായി മാറുമ്പോൾ അവർ പറയുന്നത് കേൾക്കാനുള്ള ഇൻട്രസ്റ്റിലൂടെയാണ് ഇത് ഇൻജക്റ്റഡ് ആവേണ്ടത്, ഇത് സ്മഗിൾ ചെയ്യേണ്ടത്. പതുക്കെ ഒളിച്ചു കിടത്തണം ആദ്യം, എന്നിട്ടാണ് നമ്മളോട്ട് എത്തേണ്ടത്. അപ്പോൾ അതിന് ഈ സിനിമ എന്തെങ്കിലും രീതിയിൽ സോഷ്യലി റിലവൻ്റായി മാറുന്നുണ്ടെങ്കിൽ അത് ആ പിള്ളേരുടെ വിഷനാണ്. ആൻഡ് അതവർ ഡിസേർവ് ചെയ്യുന്നു. ഇന്നിപ്പോൾ വരുന്നത് ഞാൻ ഞെട്ടിപ്പോയി. അവരെനിക്ക് ഓരോ ഇത് കാണിച്ചു തരുമ്പോൾ ബ്രൂട്ട് ഇന്ത്യ ഇതൊക്കെ തുടങ്ങിയത് അവരും ഞാനും താങ്ക്ഫുൾ ടു ഹിന്ദുവിലെ ആതിര ചേച്ചിയാണ് ഇത് ഫസ്റ്റ് ഫീച്ചർ ചെയ്ത് ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ച് ഒരു മേജർ ഇതിൽ. അപ്പം ഫ്രം വൺ ജേർണലിസ്റ്റിൻ്റെ ഒരു ആശയത്തിൽ നിന്ന് അതിന്ന് എല്ലാ ജേർണലിസ്റ്റുകളിലോട്ട് എത്തുമ്പം അല്ല എനിക്കൊരു സങ്കടമുണ്ട്. കാര്യം ആദ്യം പുള്ളിക്കാരെ ചെയ്തത് അത് മാഞ്ഞു പോവുകയും ചെയ്യും. കാര്യം ഒരു എഫേർട്ട് എടുത്തിട്ട് ചെയ്ത കാര്യം. ഐ എം വെരി ഹാപ്പി. പിന്നെ ഈ ലാസ്റ്റ് ബെഞ്ചേഴ്സ് എന്നുള്ളത് ഈ ട്രോളുകളിൽ മാത്രമാണ് ഇതൊരു സെലിബ്രേറ്റഡ് ഗ്രൂപ്പാവുന്നത്. സ്കൂളുകളിൽ നമ്മൾ ഈ ലാസ്റ്റ് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞത് മാർജിനലൈസിങ് ആണ്, ഫ്രീ തിങ്കേഴ്സ് ആയി മാറും. ഇപ്പം നമ്മളൊക്കെ സെക്കൻഡ് ലാസ്റ്റാണ്. ഞാൻ സെക്കൻഡ് ലാസ്റ്റ് മുമ്പുള്ളതാണ്, ആഫ്റ്റർ മിഡിൽ.
ആ ലാസ്റ്റിന് ഗുണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഗ്ലോറിഫൈ അല്ല, ഈ പൂർണ്ണമായിട്ടും ഇതല്ല ജീവിതം, ഈ ഫ്രണ്ട് ബെഞ്ച് അല്ല, മനസ്സിലായോ? നമ്മളെ ഇത് എക്സൈറ്റ് ചെയ്യിപ്പിച്ചാൽ നമ്മളോട് ഫോക്കസ് ചെയ്യുള്ളൂ. Exactly. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ബാക്കിലിരുന്ന് പാട്ട് പാടും, സിനിമ പേര് കളിക്കും, എന്തൊക്കെ ഉറങ്ങും ഒക്കെ ഉറങ്ങും. അപ്പം നമ്മൾ ഈ ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് മുഴുവൻ തീർക്കണം എന്നുള്ള ആശയക്കാരൻ ഞാനില്ല. പക്ഷേ നമുക്കെന്താ അറിയോ, ചില കുട്ടികൾക്ക് ശരിക്കും പഠിക്കാൻ ഇഷ്ടമുണ്ട്, അവരിരുന്ന് ഇതൊക്കെ ഒന്ന്, പക്ഷെ അവർക്ക് അവിടെ അവസരം കിട്ടില്ല. ചിലപ്പോൾ അവർക്ക് ഒരു ചോദ്യം അറിയില്ല, ചിലപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം അവർക്ക് പഠിക്കാൻ പറ്റിയില്ല, മനസ്സിലായിട്ടുണ്ടാവില്ല, അപ്പോൾ കോൺഫിഡൻസ് കുറവായിരിക്കും, അപ്പോൾ ചോദിക്കാൻ മടി കയറും. അങ്ങനെ അവർ പതുക്കെ 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 അവരെ ശ്രദ്ധിക്കാൻ ആളില്ലാതെ, എന്നാൽ ഇവിടെ എല്ലാവരും വെൽക്കമിങ്ങാ അല്ലേ, നമ്മൾ ആരെയും മാറ്റില്ല, നമുക്ക് കോമ്പറ്റീഷൻ ഇല്ല. അപ്പം നമ്മളെല്ലാവരെയും, അപ്പം നാച്ചുറലി പഠിക്കാനും ശ്രദ്ധിക്കാനും താല്പര്യം ഇല്ലാത്ത ഒരാൾ അതിൽ നിന്ന് ഡീവിയേറ്റ് ആയി പോകും. നമുക്ക് ഓൾറെഡി താല്പര്യമില്ല, അതെ, നമുക്ക് വേറെ ഐഡിയാസ് ഉണ്ട് ജീവിക്കാൻ മേ ബി, പക്ഷെ അവർക്കിത് ആവശ്യമാണ്. അപ്പം ഒരു എന്താ യൂണിഫോമിറ്റി കൊടുക്കുക. അപ്പോൾ കഴുത്ത് വേണ്ട എന്നൊക്കെ പറയുന്നത് ഞാനും ആലോചിച്ചു, ഇങ്ങനെ ഇരിക്കുന്നതും വ്യത്യാസമുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ആ കുട്ടി പറഞ്ഞൊരാശയം ശ്രദ്ധിച്ച് ഇനി അതിന് എന്താ പറയുക, ഇതിനൊക്കെ ബോഡിയൊക്കെ ഉണ്ടല്ലോ. ഇത്രയും സ്കൂളുകളിൽ നടപ്പിലാക്കി ഉറപ്പായിട്ടും ഈ 20-15-20 പേരൊക്കെ ഉള്ളിടത്ത് പറ്റും. നമ്മൾ സ്കൂളിലുള്ളപ്പോൾ 60 പേരാ, അതിന് പാടാ. അപ്പൊ ബേസിക്കലി ഇപ്പൊ ഈ നിയമം വന്നാൽ നമ്മളൊക്കെ സങ്കടപ്പെടും. അതാണ് ഫാക്ട്. അയ്യോ എല്ലാ ചോദ്യവും വരുമോ, ഇനിയിപ്പോ മറ്റാണെങ്കിൽ ഒളിച്ചൊക്കെ ഇരിക്കാമല്ലോ. ഇതിപ്പോ എല്ലാ ചോദ്യത്തിലും നമ്മൾ ഫ്രണ്ടിൽ ഫേസ് എല്ലാവരിലും എത്തിയില്ലേ, സാറിന് എല്ലാരും കണ്ടുകൂടെ. മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനൊക്കെ ഇരിക്കാം, പകുതി പേരെ തൃപ്തിപ്പെടുത്തില്ല എങ്കിലും സിനിമയിൽ ഇപ്പൊ നമ്മൾ ചെയ്ത സിനിമ ആയതുകൊണ്ട് സന്തോഷമുണ്ട്. ഇപ്പൊ ഈ പറയുമ്പോഴൊക്കെ നിങ്ങളുടെ മാനറിസങ്ങൾ ഇത്ര ലൈവായി. മഹീന്ദ്ര ഇന്നലെ ട്വീറ്റ് ചെയ്ത്, അദ്ദേഹം ബാക്ക് ബെഞ്ചറാന്ന് പറഞ്ഞത്. അല്ല, ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ഇപ്പൊ ഇരുന്ന് സംസാരിക്കുന്ന അജു വർഗീസ്, ഈ കുഞ്ഞു ക്വർക്കിനെസ് ഇത് എൻജോയ് ചെയ്യുന്ന, എനിക്ക് നേരെ കണക്ട് ആവുന്നത് ഷാജിയിലോട്ടാണ്. ഇത് ഈ ഷാജിയുടെ എനർജി, ഈ വടക്കൻ സെൽഫി എനിക്ക് ഉറപ്പാണ് ഇപ്പോഴും ആ സിനിമ കാണുമ്പോൾ അതിൽ റീവിസിറ്റ് ചെയ്യാൻ ഇനി ഒരുപാടുണ്ട്. എൻ്റർടൈൻമെൻറ്റ് വാല്യൂ വൈസ് നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ നമുക്ക് മടുപ്പ് വരുന്നില്ല എത്ര തവണ കാണുമ്പോഴും. നിങ്ങളുടെ കോമ്പിനേഷൻ ആവട്ടെ, നിങ്ങളുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആവട്ടെ, അത് ഈ ഫസ്റ്റ് മുതലേ ചെന്നൈയിലെത്തി പിന്നെയും നീ മരണമാസാടാൻ പറയുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്നത് എങ്കിലും തളരുന്നില്ല ഷാജി. പിന്നെ ഷാജി എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതിന് ശരിക്കും ആ ക്യാരക്ടറിന് അജു വർഗീസ് ആക്ടർ ഒരു ഷോക്കേസ് ചെയ്യുന്ന പോലെ ഒരു സ്പെഷ്യൽ സ്പേസ് എപ്പോഴും. ഷാജി കുറച്ചുകൊണ്ട് ഈ പേഴ്സണല്ല, എനിക്ക് കഴിവില്ലാത്തവനെ മോട്ടിവേറ്റ് ചെയ്യുന്ന സ്വഭാവമുണ്ട്. അങ്ങനെയല്ല ധ്യാനെ ഡയറക്ടറാക്കി. അയ്യോ, പക്ഷെ എന്നാലും ഒരാൾക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ, അയാൾക്ക് ആക്ച്വലി ടാലൻ്റ് ഉണ്ടെങ്കിൽ, മറ്റേ ചുമ്മാ പറഞ്ഞ ആക്ച്വലി ടാലൻ്റ് ഉണ്ടെങ്കിൽ അയാളത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമുക്കത് സങ്കടമുണ്ട്. നിനക്കിത് ചെയ്യാനറിയാമെങ്കിൽ അത് ചെയ്ത് കാണുന്നത് എനിക്ക് സന്തോഷമാണ്. അത് ഷാജിക്കുണ്ട്. അവൻ്റെ കൂട്ടുകാരൻ കിടിലമാണ്. അവസാനം പറയുന്നത് അവൻ സത്യം പറയുക, അതായത് ഈ പ്രഷർ താങ്ങാൻ വയ്യ, ഇവൻ്റെ എക്സ്പെക്റ്റേഷൻ ഉയരാൻ ഇവന് പറ്റുന്നില്ല. അതിൽ ഏറ്റവും വലിയ രസം ഡിയർ സ്റ്റുഡൻസിൽ 2 സീനുണ്ട്. അതില് 2 സീൻ എക്സാക്ട്ലി ഇതിനുള്ളൊരു ഉത്തരവുണ്ട് കേട്ടോ. ഈ ഷാജി ഉമേഷിനുള്ളൊരു ഉത്തരവുണ്ട്. നമ്മള് വെയിറ്റ് ചെയ്യുന്നു എനർജിയിൽ കിട്ടാൻ. അത് ഷാജി കുറേം കൂടി അന്നത്തെ ഏജിന് കറക്റ്റ് ആയിരുന്നു. മറ്റേതൊക്കെ കുഞ്ഞു പിള്ളേരായിരുന്നു. പിന്നെയും 28-29 ഒക്കെ ആയപ്പോഴത്തേക്കും മറ്റേത് 18-19 ഒക്കെ അല്ലേ. ആ ഡിസ്കണക്ട് എനിക്ക് പെട്ടെന്ന് വന്നിരുന്നു ചെയ്യുമ്പോൾ തന്നെ. ഷാജി അതല്ല, ഷാജി ഒരു ബിസിനസ് ഒക്കെ ചെയ്ത് ആ കറക്റ്റ് സെയിം ഏജ് പ്ലേ ചെയ്യുമ്പം ഒരു കംഫർട്ട് വേറെയാണ്. അത് മറ്റേത് നമുക്ക് എവിടെയോ അറിയാം ശരിക്കും നമ്മൾ ആ പ്രായമല്ല, പക്ഷെ നമ്മൾ ആ പ്രായത്തിൽ ചെയ്യണം. ഉള്ളിൽ ഞാൻ പെട്ടെന്ന് ഡീവിയേറ്റഡ് ആയി. ഞാൻ കുറേയും കൂടി എനിക്ക് 15 വയസ്സുള്ളപ്പോൾ 17 വയസ്സെന്നും 17 ആയപ്പോൾ 18 കഴിഞ്ഞെന്നും 18 ആകുന്നിട്ടും 20 ആയെന്നും പറഞ്ഞുകൊണ്ടിരുന്ന സാധാരണ തിരിച്ചല്ല. എനിക്ക് മറ്റേതായിരുന്നു ഇഷ്ടം, എനിക്ക് തിരിച്ചായിരുന്നു ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഞാൻ എൻജോയ് ചെയ്തത് സീരിയസ് ആൻഡ് മറ്റേത് പ്രേക്ഷകർ റിസൾട്ട് കണ്ട് ആസ്വദിക്കുമ്പോഴായിരുന്നു എൻ്റെ ഹൈ. ചെയ്യുമ്പോൾ ഒന്ന് കോമഡി ചെയ്യാൻ എനിക്ക് അറിയുമോ എന്നുള്ളത് തന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാര്യം നമ്മളിവിടെ നിൽക്കുന്ന കൊമേഡിയൻസ് എന്ന് പറയുന്നവർ വെച്ചേക്കുന്ന ബെഞ്ച് മാർക്ക് നമുക്ക് അതിൻ്റെ ഹാർഡ് കോർ ഫാൻസാണ്. എനിക്ക് അത്ര ഉറപ്പ് പറയാം, നമ്മൾ കോളേജിൽ സ്പെൻഡ് ചെയ്ത ആ 4 വർഷത്തിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, റീവിസിറ്റ് ചെയ്ത് കാണാപ്പാടായി ഹ്യൂമർ സീൻസ്. അപ്പോൾ ഈ പലപ്പോഴും FBയിൽ ഓരോ പോസ്റ്റൊക്കെ വരുമ്പം നമുക്ക് ഇതൊക്കെ അറിയില്ല എന്നുള്ള രീതിക്ക് ചിലർ പോസ്റ്റ് ചെയ്യും. അതായത് ഫസ്റ്റ് അവർ കണ്ടുപിടിച്ച് അത് കാണുന്ന നമ്മുടെ സീനിയേഴ്സും ഉണ്ട് അല്ലേ. ഇവരിതൊക്കെ എത്രയോ ഡിസ്കസ് ചെയ്ത് പോയി, ജഗതിച്ചേട്ടൻ്റെ പെർഫോമൻസ്, ശങ്കരാടിച്ചേട്ടൻ്റെ പെർഫോമൻസ്, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കണ്ണ് ശ്രദ്ധിച്ച് പോയിട്ടുള്ളത് ആസ് എ പ്രേക്ഷകൻ. ഇന്ന് നമ്മളുടെ ഒരു ജോലിയിൽ ഭാഗമാകുമ്പോൾ നമ്മളത് കാണുന്നത് വേറെ ആംഗിൾ. ഈ ഷാജി പറഞ്ഞെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ ഗോദയിലെ മാമ വിളിയിൽ കാലത്ത് ജാക്കറ്റ് ഒക്കെ ഇട്ട് വന്നിട്ടുള്ളത്, നാളെ അവളുടെ കൂടെ പിടിക്കാൻ. അത് ഈ ബാലൻ, അത് ഈ പപ്പേട്ടൻ പറയുന്നതിൻ്റെ വേറൊരു വേർഷൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. പപ്പേട്ടനോളം അല്ല ബാലൻ ഈ പറഞ്ഞ കുഞ്ഞു കുസൃതികൾ പരിപാടികളെല്ലാം ഉണ്ട്. ബട്ട് സ്റ്റിൽ ബാലൻ ഒരു ഫേവറേറ്റ് കൈൻഡ് ബ്രദർ, കസിൻ ഇക്വേഷൻസ് നമുക്ക് ഇഷ്ടമാണ് അല്ലേ. നമുക്ക് കസിൻസ്, ഫ്രണ്ട്സ്, കസിൻസ് എപ്പോഴും ഒരു പോസിറ്റീവാണ്. ഇപ്പം മിയഴകൻ അതുകൊണ്ടായിരിക്കില്ല ഒരു പരിധി വരെ ആ ഒരു ബ്രദർഹുഡ് സെലിബ്രേറ്റ് ചെയ്യാം അല്ലേ. കസിൻസ് ആണോ എന്ന് എനിക്കറിയാൻ കണ്ടില്ല, പക്ഷെ ആ ഒരു ബ്രദർഹുഡ് തമ്മിലറിയാത്ത എന്നാൽ ഒരേ നാട്ടിൽ ഒരു കാലത്ത് ഒരുമിച്ചുണ്ടായിരുന്ന 2 പേര്, ഒരാളോട് മറ്റേ ആൾക്കുള്ള ഭയങ്കരമായിട്ടുള്ള അഡ്മിറേഷൻ, ഗ്രേറ്റ്ഫുൾനെസ്, എന്നാൽ മറ്റേ ആൾക്ക് ഇതൊന്നും അറിയത്തില്ല. വേറെ കോൺസെപ്റ്റ്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ അതിലൊരു ബ്രോമാൻസ് ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ട്. അത് അടിപൊളി ആക്ച്വലി. ബ്രോ ഇപ്പം എനിക്ക് സാഗർ ഉമേഷ്, സാഗർ ദിനേശ് ഞാൻ കസിൻസാ. ഈ കസിൻസും പരിപാടിയും വരുന്ന സുഖം വേറെ തന്നെയാണ്. അപ്പം ഈ ഗോദയില് ബേസിലിൻ്റെ ഡെഫിനറ്റ്ലി ഫേവററ്റ് ഡയറക്ടേഴ്സ് കുഞ്ഞിരാമൻ. ഒറ്റ പ്രിയംവദ കാതരയാണോ, ഞാൻ ബേസിൽ ജോസഫിൻ്റെ ഒരു സിനിമ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചത് ആ പ്രിയംവദ കണ്ടിട്ട്. സിനിമ എന്നല്ല, കൂടെ വർക്ക് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ മറ്റേ ഷോർട്ട് ഫിലിം നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചത്. അതെ, അത് ഈ പറഞ്ഞ പോലെ പുള്ളി സ്വസിദ്ധമായി പ്ലാൻ ചെയ്തല്ല, എനിക്ക് വേണ്ടി പറഞ്ഞു ചെയ്തു തരുമോ അത് റിക്വസ്റ്റ് ചെയ്തിട്ട് പുള്ളിക്കും ചെയ്ത. പക്ഷെ അയാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പം നമുക്ക് തരുന്ന ക്യാരക്ടേഴ്സ്, ഇപ്പോൾ കുഞ്ഞിരാമൻ ആയിക്കോട്ടെ, ഈ ബാലനായിക്കോട്ടെ, മിന്നലായിക്കോട്ടെ, ഒന്നും അറിയണ്ട. അതിനെ നമുക്ക് ഫ്രീഡം തന്ന്, നമുക്ക് ഈ പറയുന്ന എക്സൈറ്റ്മെന്റ് തന്ന് അത് ആസ്വദിക്കുന്നതും കാണും. നമ്മൾ ചെയ്യുന്നത് പുള്ളി ആസ്വദിക്കും, വിനീതും ആസ്വദിക്കും. ഇങ്ങനത്തെയൊക്കെ ലൗഡൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഡൗട്ട് അടിക്കും വിനീതിനടുത്ത്, ഓവറല്ലേ. പക്ഷെ വിനീതനത് ഇഷ്ടം, അത് മുഖത്ത് നമുക്ക് കാണുമ്പോൾ എനിക്ക് പിന്നെ ഈ പാവത്തിനോട് ഇനി ഞാൻ എന്ത് പറഞ്ഞ് മാറ്റും, ഇയാൾക്കാണെങ്കിൽ അത് ഇഷ്ടമാവുന്നുണ്ടല്ലോ. ഞാനിപ്പോൾ മനസ്സുകൊണ്ടിരിക്കും, ഇതിൽ നന്നായിട്ട് ഞാൻ വേണേൽ ഇച്ചിരിയൊക്കെ ചെയ്തു തരാം, അത് വേണ്ട, ഇത് മതി, സമ്മതിക്കില്ല. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ മൻസുമറൊക്കെ അല്ലെങ്കിൽ അതിൽ തന്നെ ഞാൻ വേറെ രീതിയിൽ കുറച്ച് ഇളകി ചെയ്താൽ മതി. ഇല്ല, ബാലൻ എനിക്ക് അങ്ങനെ ഓർമ്മ. അതിൽ ടൊവിനോ ഞാൻ കൂടി ഇങ്ങനെ സാധനം ഉണ്ട്, തല്ല് കൂടുന്നേ, അതെനിക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ. വാമിക ഗബ്ബി ആയിരുന്നു. നിങ്ങളെ പാട്ട് നിങ്ങളാണല്ലോ ഒരുമിച്ച്. വാമിക ഗബ്ബി സിത്താരയുടെ വോയിസ് സെൻസേഷൻ ഓഫ് ഇന്ത്യ അല്ലേ ഇപ്പൊ അല്ലേ. അതെ, അവര് ഭയങ്കരമായിട്ട് അന്ന് ഇവിടെ വന്ന് ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നു. ശേഷം ഈ ഏറ്റവും പഞ്ച് കിട്ടുന്ന ഒരു സാധനമാണ് വാമിക ഗബ്ബി. അന്നത്തെ ക്യാരക്ടർ എന്തോ സിംഗ് അല്ലേ, റെപ്രസെന്റിങ് കേരള എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നൊരു മൊമെന്റ് ഉണ്ട്. ഇന്നലെ നമ്മുടെ സൗബിന്റെ പാട്ട് കാണുമ്പോൾ അതെ, നമുക്ക് കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ മലയാളിയുടെ. അപ്പൊ ആ സാധനം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ സിനിമയുടെ ആശയമായിരുന്നു നമ്മുടെ മെയിൻ ഫൈറ്റ്, അതായത് ഗുസ്തി. സോ എല്ലാവരും അതിൽ ആ സബ്ജക്റ്റ് അടിപൊളിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് ബേസിൽ അതെടുക്കുമ്പോൾ അതിൽ വരാൻ പോണത് ബേസിൽ നറേറ്റ് ചെയ്തു ഫസ്റ്റ് ഡേ ടോവിനോ. അപ്പോൾ നമുക്കൊന്നും ക്ലാരിറ്റി ഇല്ല, അപ്പോൾ എന്താടാ ഇതിൽ ഒന്നും മനസ്സിലാവാനില്ല എന്ന് പറഞ്ഞപ്പം പുള്ളി വന്നു. എല്ലാവരും ഷൂട്ടാ നെക്സ്റ്റ് ഡേ എല്ലാവരും ഊട്ടിയിലെത്തി. വളരെ
പളനിയിലെത്തി ഒരു നറേഷൻ തന്നു. ബേസിലെ നറേഷൻ ഇസ് ജസ്റ്റ് ഔട്ട് ഓഫ് ദ വേൾഡ്. ഒരു സംശയം ധ്യാൻ പറയുന്ന പോലെ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ പൊന്മാൻ ബേസിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടു കൊല്ലത്ത് വെച്ച്. ഞാൻ വേറെന്തോ ഷൂട്ടോ എന്തിനോ ഞാൻ അവിടെ ആ ഹോട്ടലിൽ ഞാൻ ബേസിലുണ്ട്. ഞാൻ ബേസിലും കൂടെ കണ്ടപ്പം 45 മിനിറ്റ് പൊന്മാൻ മുഴുവൻ എൻ്റെ മുന്നിൽ അഭിനയിച്ച് കാണിച്ചു അജീഷ്. ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഫുൾ എൻ്റെ മുന്നിൽ അഭിനയിച്ചു കാണിച്ചു. അതായത് നറേറ്റ് ചെയ്തപ്പോൾ പുള്ളി അഭിനയിക്കേണ്ട മറ്റേ സീനൊക്കെ ഇല്ലേ, ഫേമസ് കൾട്ട് സീനുണ്ടല്ലോ ലോഡ്ജിലെ, അതൊക്കെ ചെയ്തു. അപ്പോൾ ആ നറേഷൻ കഴിഞ്ഞോടെ എല്ലാവരും ധർമ്മേട്ടൻ, ഷൈൻ ചേട്ടൻ, ഹരീഷ് ചേട്ടൻ, ഞാൻ, ബിജുക്കുട്ടൻ ചേട്ടൻ, ഇത്രയാണല്ലോ ഞങ്ങൾ ഫ്രണ്ട്സ് ടൊവിയുടെ കൂടെ ഉള്ളത് ഗ്യാങ്. അതെ, 5 പേര്, ഈ 6 പേര് ടൊവിയുണ്ട്. എല്ലാവരും അതിലോട്ട് ഇന്നായി. എല്ലാവർക്കും മനസ്സിലായി ഇതൊരു ഗംഭീര സിനിമയാണ്. ടോട്ടാലിറ്റിയിലോട്ടുള്ള നോട്ടമായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ പോർഷൻ നമ്മുടെ പോർഷൻ പ്രത്യേകിച്ച് ഇപ്പോൾ ധർമ്മേട്ടൻ, ബിജുചേട്ടനൊക്കെ ഇംപ്രവൈസ് ചെയ്യും, ഹരീഷ് ചേട്ടൻ ഇംപ്രവൈസ് ചെയ്യും. അതൊക്കെ അവർ, ഞാൻ പിന്നെ ടെക്സ്റ്റ് മാത്രമേ പറയാറുള്ളൂ. നമുക്ക് ആൾക്കാരെ അത് ഭയങ്കര പാടാ. അവർക്ക് ആ ട്രെയിനിങ് ഉണ്ട്, അവർക്ക് ആ ടാലന്റ് ഉണ്ട്, സ്റ്റേജ് മിമിക്രി. അപ്പോൾ അവർ നമുക്കും തരും. ഇപ്പോൾ ബിജുക്കുട്ടൻ ചേട്ടൻ നമുക്കൊരു കൗണ്ടർ വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ധർമ്മേട്ടൻ, ഹരീഷ് ചേട്ടനൊക്കെ നമുക്കും തരും. നീ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ. അപ്പോൾ ആ ഒരു മ്യൂച്വൽ സ്വഭാവമുള്ള സെറ്റായിരുന്നു. അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇത്രയും സംസാരിച്ചു, ഈ ലോങ് കരിയറിനെ പറ്റി പറയുന്നു, കുട്ടു മുതൽ ഇങ്ങോട്ടേക്കുള്ള പല ക്യാരക്ടേഴ്സ്, ഇതിൽ എക്സൈറ്റഡ് ആവുന്നത്, ലേൺ ചെയ്യുന്നത്, അൺലേൺ ചെയ്യുന്നത് എല്ലാം വരുന്നുണ്ട്. ഫൈനലി ഇത് റാപ്പ് ചെയ്യേണ്ടത് കൊണ്ട് റാപ്പ് ചെയ്യാൻ വേണ്ടിയും കൂടെ ചോദിക്കുകയാണ്. ഒരു പോയിന്റിൽ നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ നമുക്കൊരു കൺക്ലൂഷൻ ചിലപ്പോൾ അറിയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇത് ചെയ്തു, ഒരു 10 വർഷം കഴിയുമ്പോൾ ഇതായിരിക്കും ചെയ്യുന്നത് എന്നറിയാം. ഈ ഒരു കരിയറിൽ ഒരു പ്രെഡിക്റ്റബിലിറ്റി നല്ല ഫാക്ടറില്ല. ഇത് സർവൈവ് ചെയ്ത് തന്നെ പോകാമെന്നുള്ളതാണ്. ആദ്യം കുറേ നാൾ ഹ്യൂമർ ക്യാരക്ടേഴ്സ്, നേരത്തെ സൈഡ് കിക്ക് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇത് റിയലൈസേഷൻ വരുന്ന പോയിന്റിൽ അവിടെ നിന്ന് സ്വാപ്പ് ചെയ്യുന്നുണ്ട്, ക്യാരക്ടർ റോൾസിലോട്ട് മാറുന്നുണ്ട്, ലീഡ് ആക്ടർ ആവുന്നുണ്ട്, എല്ലാ ഫേസിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു നായക നടനായി സർവൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് എല്ലാ തരത്തിലും ഇൻഡസ്ട്രിയുടെ പാർട്ടായിട്ട് സർവൈവ് ചെയ്ത് പോകുക എന്നുള്ളത്. ശരിക്കും അജു വർഗീസ് എന്ന ആക്ടറുടെ കരിയറിൻ്റെ ഒരു വിഷൻ എന്തായിരിക്കും ഇനിയിപ്പോൾ? ഇതിൻ്റെ ഒരു ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല ക്ലോഷറിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളത്. പലരും ക്ലോഷർ അടക്കം ആലോചിക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. എന്താ ശരിക്കും ഇനിയുള്ളൊരു ജേണി? ഈ ജേണിയുടെ എൻ്റെ മനസ്സിലുണ്ടോ? എന്തായിരിക്കും? കോവിഡ് വന്നുകൊണ്ട് നമ്മളൊക്കെ ഈ ജോലിയുടെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റിയെ കുറിച്ച് തിരിച്ചറിഞ്ഞു. നന്നായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേറൊരു ജോലിയിലോട്ട് പോകേണ്ടി വന്നാലും നമ്മൾ പ്രിപ്പയർഡാണ്. അത് സത്യസന്ധമായിട്ടും അത് കോവിഡ് ട്രെയിനിങ് തന്നു. ഇത്രയും പെട്ടെന്ന് കോവിഡ് മാറി നമ്മൾ വിചാരിച്ചില്ല. ഞാനും ഭഗത്തൊക്കെ ഒരു ഹോട്ടൽ തുടങ്ങാൻ പ്ലാൻ ചെയ്തത്. ഭക്ഷണം ഞങ്ങൾക്ക് കൊടുക്കാനും ഇഷ്ടം, കഴിക്കാനും ഇഷ്ടം. അപ്പോൾ അതിൽ സത്യസന്ധത കീപ്പ് ചെയ്യാം. ഞാൻ കഴിച്ചു നോക്കിയിട്ടേ കൊടുക്കൂ. അപ്പോൾ അയാൾ കൊടുക്കുന്ന ഫുഡല്ല മൊത്തത്തിലുണ്ട്. അപ്പോൾ എൻ്റെ ഡ്രീം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, മൈ ജേർണി ഈസ് എന്നാണോ നമുക്കുള്ളിൽ, ഇപ്പം എനിക്കുള്ളിൽ അതില്ല, ഒരു കോൺഫിഡൻസ് എപ്പോഴും ഇല്ല. നന്നായോ എന്നുള്ള നമ്മുടെ ഒരു കോൺസ്റ്റൻറ്റ് സീക്കിംഗ് ഉണ്ട്, ഒരു ഡൗട്ട്. അത് മാറി ഒരാൾ നമ്മളെ ധൈര്യമായിട്ട് കഥാപാത്ര വേഷത്തിന്, എനിക്ക് ക്യാരക്ടർ റോളുകൾ, അതിലിപ്പോൾ സങ്കടം, എനിക്ക് കരയാറിയില്ല, എനിക്ക് ആക്ച്വലി ചിരിക്കാൻ പാടാം. നമ്മൾ വെറുതെ ചിരിക്കുന്നതല്ല, ടേക്കിൽ ഇന്ന സ്ഥലത്ത് ജെനുവിനായിട്ട് ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഫേക്ക് ആവും. കരച്ചിൽ ചിരി, ഈ സൗബിൻ്റെ ചില, ഞാൻ പറഞ്ഞില്ലേ, ഇലവീഴ പൂഞ്ചിറയിലെ ഭാവങ്ങൾ നമുക്ക് നമ്മളെ ഞെട്ടിക്കും. ഭയങ്കര ശക്തമായ ഭാവങ്ങൾ തരുന്നത്, കുമ്പളങ്ങിയിൽ ഇടിക്കുന്നത്. അത് അയാളെ ചുമ്മാ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മഞ്ഞുമയിൽ പോലും ആ നിസ്സായാവസ്ഥ, അത് ഭയങ്കര റോ ആൻഡ് റസ്റ്റിക്കാണ്. അയാളാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്, ഇന്നലെ വേറൊരു ഫ്ലിപ്പ് നമ്മൾ അവിടെയാണ് പെട്ടെന്ന് ഒയ്യോ എന്നുള്ള സാധനം തരുന്നത്. അപ്പോൾ അങ്ങനെ കഥാപാത്രത്തിൽ എല്ലാ ഇമോഷൻസും ചെയ്യാൻ പറ്റുന്ന കഥാപാത്രം നടനാവാൻ പറ്റുക എന്നുള്ള ഒരു ജേണിയിൽ തന്നെ എൻ്റെ ഇതാ. പക്ഷേ ഞാൻ സെയിം ടൈം ഞാൻ എന്താ പറയുക, പ്രാക്ടിക്കലി ഒരു കാര്യം ചിന്തിക്കണം, ഇതുള്ളപ്പോഴേതുള്ളൂ, ഇതില്ലെങ്കിൽ അപ്പോൾ ഷിഫ്റ്റ് നെക്സ്റ്റ്. കാര്യം അതിലെനിക്ക് ഡൗട്ടില്ല. പിന്നെ എന്താണ്, ഇതൊരു സീസണാണ്.
അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. സീസൺ കുറച്ച് കാലം കിട്ടി. അതെ അതെ അതെ, അതിന് നമുക്ക് ഇങ്ങനെ ഒരു നമ്പർ ഇട്ട് വിളിക്കാം. നെക്സ്റ്റ് സീസൺ ഒക്കെ നമുക്ക് വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഐ ആം ഗ്രേറ്റ്ഫുൾ. അത് ആ സീസൺ അത് നല്ലൊരു സ്റ്റാർട്ടാണ് കിട്ടിയത്. മെൻറ്ററിങ്ങിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ അതാ വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, വിനീതാണ് എന്നെ ഇവിടെ പഠിപ്പിച്ചത്. എന്നെ പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു ബാല്യപാഠം തന്ന ബേസിക് ഐഡിയ മഹേഷ് എന്ന് പറഞ്ഞ എൻ്റെ മാനേജറാണ്. തമിഴിൽ പോയപ്പോൾ പ്രാം സാർ. ആ അഡ്രസ്സുകൾ, ആ ജേർണീസ്, ഇപ്പം നമ്മുടെ ടീച്ചർ നമുക്ക് അവരുടെയൊക്കെ ഒരു ഗൈഡൻസ് നമ്മളെ ഇതിന് ഹെൽപ്പ് ചെയ്യും. മെൻറ്ററിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് ഒരിക്കലും ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. എനിക്ക് അത് റൈറ്റ് ടൈം റൈറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഘടകമായ ഭാഗ്യം. അതെ. അപ്പം എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു. കുഴപ്പമില്ല. എല്ലാവിധ ആശംസകളും. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സർവമയം വരുന്നുണ്ട്, ഡിയർ സ്റ്റുഡൻസ്, മറ്റു സിനിമകളെല്ലാം. ഡിയർ സ്റ്റുഡൻസ് ഒക്കെ 2 സീൻ, വാഴ 2 കുറച്ച് സീനുണ്ട്. ഹാഷിറൻ അതെങ്ങനെ ഉണ്ടായിരുന്നു? അവര് പൊള്ളി കേട്ടോ. അജുവേട്ടനാണെങ്കിൽ റീലില് കണ്ട പിള്ളേരാണല്ലോ ഇവരിപ്പോ. പക്ഷെ ഞാൻ ആക്ച്വലി യൂട്യൂബിൽ പോയിട്ട് അവർ പഠിക്കായിരുന്നു കേട്ടോ. ഞാൻ അവരോട് തന്നെ പറഞ്ഞു, ക്ഷമിക്കണം എൻ്റെ നിങ്ങളെ മറ്റേ അഹങ്കാരം പറയല്ല. ഞാൻ ആ ഷോ ഇല്ലേ സെന്തരേസാസിൽ ഞാൻ നോക്കി വണ്ടിയിലോട്ട് കയറുമ്പോൾ അപ്പൊ അങ്ങനെ പോയി ഇവരെ കണ്ട് ചിലത് എനിക്ക് കണക്ട് ആയില്ല. അവർ പറഞ്ഞു ഇതിൽ ഹ്യൂമർ എന്തായിരുന്നു. അപ്പോൾ ശരി, ഇപ്പം ആൽഫിൻ 4 മണിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നാരങ്ങ വെള്ളവും പപ്സും മതി എന്ന് പറഞ്ഞ് ഇന്നത്തെ 4 മണിക്കാരൻ്റെ ചില്ലിങ് എന്താണെന്ന് എനിക്കറിയില്ല. അത് അറിഞ്ഞാലേ ഉള്ളൂ അവരുടെ ഒരു ഭാഷയും സംസാരവും കൾച്ചറൊക്കെ മാറുന്നതല്ലേ. പാടിപ്പൊളി പിള്ളേർ ആ 4 പേര്. അവർ അതിലൊരു ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയില്ലേ പട്ടിയെ പോലെ പണിയെടുക്കുക. ആ കിട്ടിയ ചാൻസ് അവർ അടിപൊളിയാക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു. താങ്ക് യു. യെസ്.